എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഫ്ലവേഴ്സ് 1 കോടി. നമുക്ക് പലപ്പോഴും പിടികിട്ടാത്തതാണ് പലരുടെയും ജീവിതം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില ദാമ്പത്യ ജീവിതങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ വന്നു പോകാറുണ്ട്. എന്നാൽ ആ ദാമ്പത്യ ദുഃഖങ്ങളൊന്നും തളർത്താതെ ജീവിതത്തെ തന്നെ ഒരു പോരാട്ടമാക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ഒരു മത്സരാർത്ഥിയാണ് ഇന്ന് ഈ പരിപാടിയിൽ വരുന്നു കൊടുങ്ങല്ലൂരിലെ സജ്ന സെഹ്റാസ്. ഒരു സ്ത്രീ ജന്മത്തിന്റെ സഹനശേഷിയുടെയും പോരാട്ടത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി സജ്ന. വിവാഹ ജീവിതം സജ്നയ്ക്കായി കരുതി വച്ചിരുന്നത് ഒരു സ്ത്രീയും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഭർതൃപീഡനത്തിന്റെ ക്രൂരമായ മുറിപ്പാടുകൾ. സ്വന്തം പേരിനോടൊപ്പം സജ്ന സ്വയം ചേർത്ത് വച്ച മക്കളുടെ പേരിന്റെ അക്ഷരങ്ങൾ അവരോടുള്ള അടുപ്പത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വന്ന മാനസിക ശാരീരിക വേദനകളിൽ തളർന്നു പോകാതെ സ്വന്തം വഴികളും ശബ്ദവും കഴിവുകളും തിരിച്ചറിഞ്ഞെടുത്താണ് സജ്ന സെഹ്റാസ് നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പെൺകരുത്തിന്റെ പ്രതീകമാകുന്നത്. വരുന്നു 1 കോടിയുടെ വേദിയിലേക്ക് ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും പൊതുവിജ്ഞാനത്തിന്റെ മത്സരത്തിൽ ഉത്തരങ്ങൾ വെളിപ്പെടുത്താനും സജ്ന സെഹ്റാസ്. ഹായ് സജ്ന, നമസ്കാരം. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പം കരുത്തുണ്ടല്ലോ. അപ്പോ സജ്ന എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനിപ്പം ചെയ്യുന്നത് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഡബിംഗ് ചെയ്യുന്നുണ്ട്, MC ചെയ്യുന്നുണ്ട്, ആങ്കറിംഗ് ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. കുറെ പരിപാടികളുണ്ട്. അപ്പൊ ജീവിതത്തിലൊട്ടും സമയം കാണത്തില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. സമയമില്ല. ഇല്ല. ഓക്കെ, നന്നായി. ജീവൻ തിരക്ക് പിടിപ്പിക്കുന്ന നല്ലതാ. പ്രത്യേകിച്ച് നമുക്ക് ഈ വേദനയും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അത് കടന്നു പോകാൻ ഏറ്റവും നല്ലത് ജീവിതം അലച്ചിലാക്കി മാറ്റുക, തിരക്ക് പിടിപ്പിക്കുക. എനിക്ക് പിന്നെ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊക്കെ എനിക്കൊരു കോളേജ് ടൈമിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ആ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വെറൈറ്റി ഓഫ് ഒരു ചർച്ചയാണ്. ഞാൻ ചർച്ച സാധാരണ അങ്ങനെ കാണാറില്ല, പക്ഷെ സാറിന്റെ ചർച്ച കാണുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. ചെറുപ്പകാലത്തായിരുന്നു. ചെറുപ്പം തന്നെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ആ മുഖസ്തുതിക്ക് നന്ദി. ഓക്കെ, അപ്പോ ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മള് ചെക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. ഇത്തവണ നല്ല ക്യാഷ് കൊടുക്കുക. അപ്പൊ 1 കോടി രൂപ നമ്മൾ ഈ അലമാരിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്കായിട്ട് കാത്തിരിക്കുന്ന 1 കോടിയാണ്. ഈ പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 490 എപ്പിസോഡ് പിന്നിട്ട് ഒരു 100 എപ്പിസോഡ് വേണ്ടി തുടങ്ങിയതാ. പക്ഷേ നമുക്കും ഇഷ്ടപ്പെട്ടു, നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളിങ്ങനെ പോയി ഏതാണ്ട് 2 കൊല്ലത്തോളം പോയി. അപ്പോൾ അന്നൊക്കെ 1 കോടി കൊടുക്കേണ്ട ആളിനെ നമ്മൾ അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം നമ്മൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് 6.5 കോടിയിലധികം, കൃത്യമായി പറഞ്ഞാൽ 6,52,23,000 രൂപ മത്സരാർത്ഥികൾക്ക്, വിജയികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ 1 കോടിക്കാരനെ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ 2ാം ഭാഗമല്ല, സീസൺ 2 അല്ല, 1ാം ഭാഗം തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഇന്ന് 1 കോടി വെച്ചിരിക്കുക. അപ്പൊ കുട്ടേട്ടനുണ്ട്, കുട്ടേട്ടൻ നമ്മളെ സഹായിക്കും. കുട്ടേട്ടന് പിന്നെ ഇത്തിരി ജ്യോതിഷം കൂടി ഇപ്പൊ അറിയാം, ജ്യോത്സ്യം. അപ്പൊ ജ്യോതിഷം അറിയാവുന്നുണ്ട്. താങ്കളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ചിലപ്പോ പറഞ്ഞു വരും. ടെൻഷൻ അടിക്കരുത്. കുട്ടേട്ടനെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടേട്ടാ, ഒന്ന് പരിചയപ്പെട്ടോളൂ. സജ്ന, താങ്കൾ എന്നെ മൈൻഡ് ചെയ്യാതെയാണ് പോയത്. അയ്യോ, സോറി കേട്ടോ, സീരിയസ്ലി സോറി. സാറിനെ കണ്ടപ്പോ അവർ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കുഴപ്പമില്ല സജ്ന, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. സജ്ന എന്തായാലും നന്നായി മത്സരിക്കൂ. സജ്നയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. താങ്ക് യു. വെൽക്കം. ഓക്കെ, ഇന്നിപ്പം ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? കൂടെ വന്നിരിക്കുന്നത് എനിക്ക് 3 മക്കളാണ്. ആക്ച്വലി മൂത്താള് വന്നിട്ടില്ല, 2 ആൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. മോന്റെ പേരെന്താ? ഫാരിസ് മുഹമ്മദ്. മോന്റെ പേര് ഫാരിസ് മുഹമ്മദ്. അദ്ദേഹം ആരാണ്? ഉപ്പാടെ എന്റെ പിതാവിന്റെ സുഹൃത്താണ്. ഓക്കെ, അങ്ങനെ വീടും കൊടുങ്ങല്ലൂരാണോ? എന്റെ മാള പുത്തഞ്ചിറ. ഓക്കെ, പേരെന്താ? സൈനുദ്ദീൻ. താങ്കൾ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ സോഷ്യൽ വർക്കറാണ്, ചാരിറ്റി ചെയ്യുന്നു. ഓക്കെ, സന്തോഷം.
സജന ഡബ് ചെയ്യുന്നൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണോ അതോ? ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ടും സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞാൻ അഡ്വർടൈസ്മെന്റ്സിന് മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പോ ഡോക്യുമെന്ററീസ് ഉണ്ടായിരുന്നു, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം സിനിമയിലേക്ക് നമ്മൾ ഒന്ന് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2-3 സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2-3ന്റെയും അത് ഔട്ട് വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. പടം ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഈ സെഹ്റാസ്, സജന സെഹ്റാസ്, ഈ സെഹ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ ഇറക്കുമതി പേരാണോ? അല്ല, എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഒപ്പം പേരുണ്ടാവുന്നല്ലെന്നുണ്ടെങ്കിൽ വാപ്പാടെ പേര്, പിതാവിന്റെ പേര്, അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ പേരാണ് ഉണ്ടാവുക. പക്ഷെ എന്റെ സെഹ്റാസ് എന്നുള്ള പേര് വാപ്പാടെ അല്ല, ഭർത്താവിന്റെ അല്ല. പകരം എന്റെ മക്കളുടെ 3 പേരുടെ പേര് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് സെഹ്റാസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു കഥയിലേക്ക് ഞാൻ കിടക്കാം. അതിന് മുന്നേ ഭർത്താവിന്റെ പേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി, ഭർത്താവ് എത്തിച്ചു. അതോടൊപ്പം തന്നെ പിതാവ് എന്റെ അടുത്ത് പിതാവിന്റെ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് പിതാവ് പറഞ്ഞു. പിതാവുമായിട്ട് ചകടല്ല, പിതാവ് എന്നോട് ചകട ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഭർത്താവുമായിട്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് ആ ഒരു കഥയോട് പറയാനുള്ളത്. സജനയോട് ചകടയാണ് എന്ന് വേണേ പറയാം അല്ലേ? എനിക്കിപ്പോഴും അവരുമായിട്ട് ഒന്നിച്ചു പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലാത്തതിന് ഒരു കാരണമുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ. എന്റെ സ്റ്റോറി ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആവാൻ കാരണം പാരന്റ്സ് നമുക്ക് ഓപ്പോസിറ്റ് ആയതാണ്. ഒരുവിധപ്പെട്ട സ്ത്രീകൾക്കും അവരുടെ ഭർത്താവിന്റെ പീഡനം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനുണ്ടാവുന്ന ഒരു പാരന്റ്സ് ആണ്. പക്ഷെ എന്റെ കേസിൽ അതില്ല. താങ്കൾ പൊതുവെ എങ്ങനെയാണ്? ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണോ? ഒട്ടുമല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആയിരുന്നു. അതെ, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തുണയില്ലാതെ ആൾക്കാർ, നമുക്ക് തുണയായിട്ട് ആരും ഇല്ലാന്ന് വരുമ്പോ നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ചു പോകും. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, എപ്പോഴായി കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്? ഈ അടുത്താണ്, ഏകദേശം ഒരു 2-3 വർഷം. അപ്പൊ ഇത്രയും കാലം ഒരു ഇൻട്രോവേർട്ടിനെ പോലെ ഒരു അന്തർമുഖിയായിട്ട് കഴിയുമായിരുന്നു. അപ്പൊ ജീവിതത്തിന്റെ അടുക്കളയുടെ അകത്ത് തന്നെ കഴിയുന്ന ആലയനായിരുന്നു. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം. എന്നായിരുന്നു കല്യാണം? കല്യാണം 2002 പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നത്? 21. ആര് വഴി വന്ന കല്യാണമായിരുന്നു? ഒരു ബ്രോക്കർ വഴി വന്ന കല്യാണാലോചനയായിരുന്നു അത്. 21 വയസ്സിലായിരുന്നു. ആദ്യമായിട്ട് വന്ന കല്യാണാലോചനയായിരുന്നു അത്? ഇല്ല, 3ാമത്തെ ആയിരുന്നു. എനിക്ക് ഹൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര വരും അത്? അത്രയും കൂടുതൽ എനിക്ക് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. 6 അടിയിലധികം ഉണ്ടോ? ഇല്ല, 6 അടിയൊന്നുമില്ല. ഒക്കെ ഒരു കുഴപ്പമൊന്നല്ല പറയുന്നത്. പക്ഷെ കല്യാണാലോചന വരുമ്പോഴും പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനുള്ള ഡ്രസ്സ് കിട്ടില്ല. എനിക്ക് മിക്കവാറും ഗൾഫിൽ നിന്നൊക്കെയാണ് ഡ്രസ്സുകൾ നല്ലത്. അതെ, കാരണം ഹൈറ്റിന്റെ കല്യാണത്തിലേക്ക് മടങ്ങി വന്നാൽ അതെ. അപ്പം കല്യാണം എന്റെ വീട്ടില് ഞാൻ, ഉപ്പ, ഉമ്മ, അനിയത്തി, ഞങ്ങൾ 2 പെൺമക്കളാണ്. അപ്പോ കല്യാണം പക്ക അറേഞ്ച്ഡ് മാരേജ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ കല്യാണം ഉറപ്പിച്ചിട്ട് 5ാമത്തെ ദിവസം എന്റെ ഹസ്ബൻഡ് ഒരു കോള് വന്നു. ആദ്യമായിട്ട് വിളിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ആള് വിളിച്ചിട്ട്, സാധാരണഗതിയിൽ കല്യാണം ഉറപ്പിച്ചിട്ട് ഹസ്ബൻഡ് ആകുമ്പോൾ ആൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നോർമലായിട്ടുള്ള ടോക്ക് ഉണ്ടാവും, അങ്ങനെയാണ് ഫോൺ വെക്കുക. പക്ഷെ എന്റെ അടുത്ത് ആള് നോർമൽ ടോക്കിന്റെ ഇടയിൽ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആളുടെ വീട്ടില് എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചു പോയ ഭക്ഷണത്തിന്റെ കണക്ക്, പൈസ കണക്കാണ് പുള്ളി. കല്യാണാലോചനക്കിടയിലോ? അല്ല, കല്യാണം ഉറപ്പിച്ച്, അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ 5ാമത്തെ ദിവസം ആള് ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞൊരു വാക്കാണ്. ഇത്രയും ഉമ്മയും ഉപ്പയും കഴിച്ചിട്ട് പോയ ഭക്ഷണത്തിന്റെ കണക്ക് സാധാരണ പറയാറില്ലാത്തതാണ്. തീർച്ചയായിട്ടും. ഇനി ഉമ്മയും ഉപ്പയും മാത്രമല്ല, ഏതൊരു വ്യക്തി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാലും നമ്മൾ പറയാൻ പാടില്ല. തോന്നാൻ പോലും പാടില്ല. അതെ. അപ്പൊ അങ്ങനെ തോന്നിയപ്പോഴാണ് നമുക്കൊരു ഇതെന്തോ, അന്ന് നമുക്ക് കിളി പോയിന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻ സ്വഭാവം കൊണ്ടാണോ അതോ? എല്ലാം ഉണ്ട് അതില്. ആക്ച്വലി ആള് ഒരു പിശുക്കനാണെന്നും പറയാം. ചിലപ്പം ദൂർത്തവും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മള് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇങ്ങനെ 3 നിലക്ക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അനാവശ്യങ്ങൾക്ക് പൈസ ചെലവാക്കുക, ആവശ്യങ്ങൾക്ക് പൈസ ചെലവാക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിലാണ്. അപ്പം ആളുടെ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ആള് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് സെയിൽസ്മാൻ ആയിരുന്നു മൊബൈൽ ഷോപ്പില്, സൗദി അറേബ്യയില്. സൗദിയിൽ പ്രവാസിയായിരുന്നു. അതെ. ഇപ്പോഴും ആൾ അവിടെ തന്നെയാണ്. താങ്കൾ എന്തായിരുന്നു കല്യാണം കഴിച്ചപ്പം ഈ വരാൻ പോകുന്ന പയ്യൻസ്, അതായത് ഭർത്താവ്, ഈ വരനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്? സ്നേഹം വേണം, സമാധാനം തരണം, സംരക്ഷണം തരണം, സന്തോഷം തരണം. ഇതൊന്നും കിട്ടിയില്ലേ അവസാനം? ഒന്നും കിട്ടിയില്ല. അപ്പൊ കാരണം നിങ്ങൾ ഈ കല്യാണത്തിന് മുമ്പ് ഈ പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അപ്പൊ ആ ചടങ്ങിനിടയിൽ വെച്ച് അയാളോട് സംസാരിച്ചായിരുന്നു? ആളും ആളുടെ സുഹൃത്തുക്കളുമാണ് വന്നത്. ആള് ഒരു മുറിയിലേക്ക് മാറിയിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ആള് ചോദിച്ചില്ല. ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞു. ഇത് തന്നെ കല്യാണം നടത്തണം. ആളുടെ ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു.
എന്റെ മൂന്നാമത്തെ ആയിരുന്നു അല്ലേ? അതെ, പൊതുവെ ഇപ്പൊ സജനയോട് ഇങ്ങനെയാണ് അയാളുടെ പെരുമാറ്റമെങ്കിലും സജന്റെ വീട്ടിലുള്ള ഉപ്പയോടും ഉമ്മയോടും ഒക്കെ എങ്ങനെയായിരുന്നു അയാളുടെ പെരുമാറ്റം? അവരുടെ മുന്നിൽ വെച്ചിട്ട് നല്ല പെരുമാറ്റമാണ്. പക്ഷെ അവരില്ലാത്ത സമയത്ത് അവരെ കുറിച്ച് എന്നോട് മോശമായിട്ട് സംസാരിക്കും. പറഞ്ഞിട്ടുണ്ട്? അവരെന്താ സാധാരണഗതി പറയും? ഈ ഭക്ഷണം കഴിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? അതല്ലാതെ അവരെ കുറിച്ച് കുറ്റം പറയാം. അവര് പെരുമാറിയത് ശരിയായില്ല, അവരങ്ങനെ ചെയ്തത് ശരിയായില്ല, അവരിങ്ങനെ ചെയ്തത് ശരിയായില്ല. അവരോട് പറയില്ല? ഇല്ല, അവരോട് ഭയങ്കര ഡീസന്റ്. ഓക്കെ. മാത്രമല്ല ഈ ഇദ്ദേഹം സജനയുടെ ഉപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥമാണോ എന്ന് സംശയം തോന്നിയത് എപ്പോഴാ? എനിക്ക് ആദ്യമേ തൊട്ട് തോന്നിയിരുന്നു. കാരണം എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചു പോയ ഭക്ഷണത്തിന്റെ കണക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ ഒരു അപകടം പറ്റിയിരുന്നു. അതൊരു സ്കൂട്ടർ ആക്സിഡന്റ് മാത്രമായിരുന്നു. എന്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത്, വാപ്പ മരിക്കാനായാലെന്നാണ്. ശരിക്കും അങ്ങനെ ആ ഒരു രീതിയില് വേറൊരു ഭാഷയാണ് ഉപയോഗിച്ചത്. അതും കുറച്ചും കൂടെ ലോ ക്വാളിറ്റി ഭാഷയാണ് പുള്ളി ഉപയോഗിച്ചത്. വിഷമം തോന്നണം, മരിച്ചില്ലേന്നാണ് ചോദിച്ചത്. പക്ഷെ ഭാഷ ലാംഗ്വേജ് വേറെ ഒന്നായിരുന്നു. തട്ടിപ്പോയെന്നോ അങ്ങനെ പറയാ, ചാവാനായില്ലെന്ന് ചോദിച്ചല്ലേ? ഓ, അത്രയും. അപ്പോ കല്യാണം സജന അപ്പൊ റിയാക്ട് ചെയ്തില്ലേ? എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു. പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഉമ്മ ഉപ്പ നോക്കിക്കോളും എന്ന ചിന്തയിലൊക്കെ ജീവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു. അത് ഒരു സംഭവം കൂടി ഞാനത് പറയാം. ചെറുപ്പത്തിലെ ഞാൻ LKG പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു കുട്ടി പിടിച്ച് കടിച്ചു, ഷോൾഡറിൽ കടിച്ചു. ഷോൾഡറിൽ കടിച്ച സമയത്ത് എനിക്ക് ബോയ്, ഒരാൺകുട്ടിയാണ്. അപ്പൊ കടിച്ചു പൊട്ടി ചോര വന്നു. അപ്പൊ ഉമ്മ കുളിപ്പിക്കാനായിട്ട് ഷർട്ട് മാറ്റുമ്പോഴാണ് ഈ ഒരു ചോരപ്പാട് കാണുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ, ഇതെന്താ പാട്? അപ്പൊ ഞാനൊരു വാക്യം പറയുന്നുള്ളൂ, കടിച്ചു, ഒരു കുട്ടി കടിച്ചു, ഇത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ. എന്നാ കരയാനോ അല്ലെങ്കിൽ അതൊന്നും എന്തോ ഒരു ചിലപ്പോ എവിടെയോ ഒരു തകരാറ് എനിക്ക് ഉണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ തന്നെ പറയും ടോളറൻസ് പവർ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. എനിക്ക് കൂടുതലാണെന്നാ പറയുന്നത്. ഇപ്പൊ ഡെലിവറി ടൈം ഡോക്ടറെ കണ്ടിരുന്നു? ഇല്ല, ഇതിനായിട്ട് നിങ്ങൾ തന്നെ മാറണമെന്ന ഡോക്ടർ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തണം എന്നാ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മ പിറ്റേ ദിവസം ഈ ആയയുടെ അടുത്ത്, വാനിലെ ആയയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കടിച്ചേക്കുന്നത്, എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ആയ ഇങ്ങനെ കണ്ടാ പറയുമല്ലോ കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആയ പറഞ്ഞത്, ആ കുട്ടി കരഞ്ഞില്ല എന്നാ പറഞ്ഞത്. ഞാൻ കരഞ്ഞില്ല അല്ലെങ്കിൽ ഒച്ച വെച്ചില്ല എന്നാ പറഞ്ഞത്. ഈ കുട്ടീനോട് പോയി ചോദിച്ചു. കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, കണ്ടപ്പോ കടിക്കാൻ തോന്നി എന്ന് പറഞ്ഞു. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടിച്ച കുട്ടിയുടെ കല്യാണാലോചന എനിക്ക് വിവാഹപ്രായപ്പോ വന്നു എന്നുള്ളതാണ് സത്യം. അതെ, അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. അല്ലല്ല, അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. അതെങ്ങനെയോ അവര് ബന്ധം പറഞ്ഞു. പിന്നെ സെറ്റിൽമെന്റ്, ഞാൻ പഠിച്ചത് സെറ്റിൽമെന്റിലായിരുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ ഓർമ്മ വന്നിട്ട് സജനയാണെന്ന് പറഞ്ഞപ്പോ അത് ഉറപ്പിച്ചിരുന്നെങ്കിൽ കടി മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ അടി ഇടിയൊക്കെ ആയിട്ടുള്ള ജീവിതമായിരുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതെ അതെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം സൗദി അറേബ്യക്ക് പോയോ അതോ ഇവിടെ തന്നെ? 1.5 വർഷത്തിന് ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. മൂത്ത മകളായതിനു ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. വിദേശത്ത് ആ മണ്ണിലെത്തിയതിനു ശേഷമാണോ ഈ ജീവിതമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോയത്? അല്ല, അതോ ഇവിടുന്ന് തുടങ്ങിയോ? ഇവിടുന്ന് ഒരു 3 മാസമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചേക്കുന്നത്. എവിടെയായിരുന്നു? സ്വന്തം വീട്ടിലായിരുന്നു? വേറെ വാടക വീട്ടിൽ എന്തെങ്കിലും? അല്ല, ആള് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ച വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പക്ഷെ അവിടെ വെച്ച് തൊട്ടായാലും എല്ലാ ദിവസവും ഒന്നും ആള് പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ആള് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളത് ആളുടെ ഒരു രീതിയായിട്ട് മാറിയിരുന്നു അപ്പോഴേക്കും. പക്ഷെ ദേഹോപദ്രവം തുടങ്ങിയത് ഒരു 2 വർഷത്തിനുള്ളിലാണ്. അപ്പോഴാണ് ഞാൻ ഉമ്മാനോടൊക്കെ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോഴും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉമ്മാനോട് പറയുക കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ താങ്കള് ഗൾഫിലെത്തി. സൗദി അറേബ്യയിൽ ഏത് സ്ഥലത്തായിരുന്നു? ഈ സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. 1.5 വർഷത്തിന് ശേഷം വന്നു. അപ്പൊ ആദ്യമായിട്ട് അപ്പോഴാണ് ആള് കുട്ടീനെ കാണുന്നത്. മകളെ ജനിച്ചിട്ട് മകളെ നേരിട്ട് കാണുന്ന അപ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം ഉണ്ടാവും ആ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ആളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇക്ക ഞാനും വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് ആള് പറഞ്ഞത്, വരണ്ട, വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഉച്ചക്കലത്തെ ഫുഡ് ശരിയാവില്ല എന്നാ പറഞ്ഞ. അതാണ് ആ ഒരു അതെന്തുകൊണ്ടാണ് ആളെന്നുള്ളത് പറയാൻ. ഭർത്താവിന്റെ ഒരു ജീവിത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്? ആളുടെ ചെറുപ്പത്തിൽ സജിനയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? എന്റെ എല്ലാ കോൺട്രിബ്യൂഷൻ, ആക്ച്വലി അതിന്റെ കോൺട്രിബ്യൂഷൻ മൊത്തം ആളുടെ പാരന്റ്സിനാണ്. കാരണം ആളുടെ പാരന്റ്സ് ചെറുപ്പത്തിലെ തന്നെ ആളെ ഉപേക്ഷിച്ചു പോയി. തനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഉമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പൊ ആളുടെ ഉപ്പ 6 മാസത്തിലെങ്ങാണ്ട് ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഉമ്മയാണ് ഡിവോഴ്സ് ചെയ്തേക്കുന്നത്. അപ്പൊ വാപ്പ വേറെ കല്യാണം കഴിച്ചു. ഉമ്മ 4ാമത്തെ വയസ്സിൽ, ഹസ്ബൻഡ് 4ാമത്തെ വയസ്സിലാണ് ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ട് പോകുന്നത്. പിന്നീട് ഇദ്ദേഹം വളർന്നത് മൊത്തം ഉമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ്. ഉമ്മയുടെ കുടുംബ വീട്ടിൽ അത്യാവശ്യം ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടി പഠിക്കാനായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിനായാലും അല്ലെങ്കിൽ വസ്ത്രത്തിനായാലും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രോമ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു ഈ ഓരോ സംഭവങ്ങളും. അപ്പൊ അതിന്റെ ബേസിൽ പറയുകയാണെങ്കിലും മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആള് സൗദിയിൽ നിന്ന് വരികയാണല്ലോ.
അപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് ആവശ്യം ഫുഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ആൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല അത് പറയുന്നത്, എനിക്ക് കുഞ്ഞിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫുഡാണ് എന്ന് എന്നെ അറിയിക്കണം, അതിലൂടെ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കണം. താങ്കളെ ഇങ്ങനെ കുത്തി നോക്കിയ എന്ന് പറയുന്ന ഒരു ധർമ്മ പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചതിന്റെ ഒന്നും കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള രീതിയിലാണ് അദ്ദേഹം ഓരോ സംസാരം. താങ്കൾക്ക് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമായിരുന്നു? അല്ല ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കൂട്ടുകാരികളോടോ? ഞാൻ അധികാരോടും പറഞ്ഞിരുന്നില്ല. ഉമ്മയാണ് ആകെ ഉണ്ടായിരുന്നൊരു കമ്പാനി, അല്ലെങ്കിൽ ഉമ്മയാണ് ആകെ ഉണ്ടായിരുന്നൊരു സുഹൃത്ത് എന്നൊക്കെ എല്ലാം കൊണ്ട് നമുക്ക് ഉമ്മാനോട് പറയാൻ പറ്റിയിരുന്നത്. ഉമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോഴും ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് പറയുള്ളൂ. കാരണം ഉമ്മാക്കും ഉപ്പാക്കും ഫിനാൻഷ്യലി ഭയങ്കര ട്രബിൾ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണ സമയമായപ്പോഴേക്കും ബസ് ഫീൽഡായിരുന്നു, ബസ് സർവീസ് ആയിരുന്നു. ബസ്സൊക്കെ ഭയങ്കര നഷ്ടത്തിലായിട്ട്, വീട് നഷ്ടമായിട്ടാണ് ആ സമയത്താണ് കല്യാണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഉമ്മാനോടും എനിക്ക് പറയുന്നതിൽ പരിധിയുണ്ട്. കാരണം വാപ്പ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഉമ്മാനോട് ഈ നടത്തിയിട്ടുള്ള കല്യാണം, അവർ കഷ്ടപ്പെട്ടാണല്ലോ ഈ കല്യാണം നടത്തിയേക്കുന്നത്, അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കിട്ടൊരു പരിധി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. മൂത്താള് എന്റെ അനിയത്തിയുണ്ട്. ഈ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഗർഭിണിയായിരുന്ന കാലത്ത് എങ്ങനെയാണ്? സ്നേഹവും സപ്പോർട്ടോ സഹകരണവും ഒന്നുമില്ല. ആള് ചോദിക്കുക പോലും ഇല്ല നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊന്നും ചോദിക്കില്ല. കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡോക്ടറോട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ ആ സമയത്ത് ഒരു വിവരമില്ലായ്മയോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ അടുത്ത്. ഡോക്ടർ പറഞ്ഞു പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. പിന്നെ കുഞ്ഞിന് ഒരു കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മോൾക്ക് കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാലിന്റെ പാദം ഒട്ടിയാണ് ഇരുന്നിരുന്നത് മോൾ പ്രസവിച്ച സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഭർത്താവായ ആള് അല്ലെങ്കിൽ അതിന്റെ കുട്ടിയുടെ വാപ്പയായിട്ടുള്ള അവിടെ നമ്മൾ പറയുമല്ലോ. അപ്പൊ ആള് പറഞ്ഞത് കയ്യും കാലൊക്കെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഇതിനെ കുറിച്ചൊരു വിഷമമായിട്ടല്ല പറഞ്ഞത്. കയ്യും കാലൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതിനൊരു പുച്ഛഭാവത്തിലാണ്. സജിന എന്താ മനസ്സിലാക്കുന്നത്? ശരിക്കും അയാൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യം ഇല്ലായിരുന്നു? ഇല്ല, കല്യാണം താല്പര്യം ഉണ്ട്. അയാൾ ഇപ്പൊ എന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കും തീർച്ചയായിട്ടും. പക്ഷെ കല്യാണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം ഒരിക്കലും ഒരു ഇണ എന്നുള്ള രീതിയിലല്ല ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. അവർക്ക് വേണ്ടത് ഇണയേക്കാൾ ഉപരി ഇരയാണ് വേണ്ടത്. ആ ഇരയായിരുന്നു ഞാൻ, ഇണയല്ലായിരുന്നു. സജിന അന്വേഷിച്ചിട്ടുണ്ടോ ഇയാൾ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു? കുട്ടിക്കാലത്തേക്കാൾ ഉപരി യൗവനകാലത്തില് അദ്ദേഹം ഒരാളെ വെടിവെച്ചിട്ടുണ്ട്. അതെ അതെ, എയർ ഗൺ വെച്ചിട്ട് പറമ്പിൽ നിന്നൊരു പണിക്കാരനെയാണ് ആളെ എന്റെ ഹസ്ബൻഡ് എയർ ഗൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു കേസ് അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആൾക്ക് ഒന്ന് വിഷമിപ്പിക്കണം. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ആൾക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രകോപിത ആക്കാത്ത സമയത്ത് ഒരാളെ വെടിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആളെ വെടിവെച്ചു, ആള് നിലത്ത് വീണു, ചോരയൊക്കെ വന്നു, നാട്ടുകാരെ രക്ഷപ്പെടുത്തി, ആള് പോയി മച്ചിന്റെ പുറത്ത് ഒളിച്ചിരുന്നു എന്നാണ് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കല്യാണത്തിന് ശേഷം അറിയുന്നതിലോ ഞാനൊന്ന് ചെയ്യുമായിരുന്നു. കാരണം എന്റെ ഉമ്മാരുടെ അടുത്ത് ഞാൻ ചോദിച്ചത്, ഉമ്മ ഞാനിത് അറിയുന്നത് കല്യാണത്തിന് ശേഷം ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ട് അറിയുന്നേ. അങ്ങനെ ഞാൻ ഉമ്മാരുടെ അടുത്ത് ഉപ്പാടുത്ത് ഞാൻ ചോദിച്ചത് എന്താ എന്റെ അടുത്ത് പറയാനെന്ന് വെച്ചപ്പോൾ അതിപ്പോ സാറിന് വെടിവെച്ചതല്ലേ, അത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല എന്നാണ് അന്ന് എന്റെ അടുത്ത് എന്റെ പാരന്റ്സ് പറഞ്ഞത്. ആക്ച്വലി ടോക്സിക് ആയിട്ടുള്ള ചില പാരന്റ്സ് അങ്ങനെയാണ്. അവർക്ക് മകളുടെ ഒരു സംരക്ഷണം അല്ല അവർക്ക് പ്രധാനം. അവരെ മകളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചയക്കുക, അവരെങ്ങനെയെങ്കിലും ഒരു ഭാരം തീർക്കുക, അല്ലെങ്കിൽ ഭാരം ഒന്ന് ഒഴിവാക്കുക, ഈ രീതിയിലാണ് ചില അങ്ങനെയുള്ള പാരന്റ്സ് ഇടപെടുന്നത്. അതുകൊണ്ട് ഉപ്പ അറിയാവുന്ന ആളാണോ അദ്ദേഹം? അതെ അതെ, അറിയാം അല്ലേ? അറിയാം. 86-87 കാലഘട്ടം മുതൽ അറിയുന്നതാണ്. നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു സജനയുടെ ഉപ്പ? ഉപ്പ അന്നൊക്കെ നല്ല ഇതായിരുന്നു. ഞാനിപ്പോ അത്ഭുതപ്പെടുന്ന ഇദ്ദേഹം ഇതേ സ്റ്റേജിൽ വന്നേക്ക് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പോ ഞാൻ ഇത് അറിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ വളരെ വ്യത്യാസം വന്നിരിക്കുന്നു. ഒരിക്കലും ഒരു വാപ്പയും ഉമ്മയൊന്നും ഒരു മകളെ കുറിച്ച് വിലയിരുത്താൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്വന്തം വാപ്പിയുമ്മയൊക്കെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു. എന്തായിരിക്കാം ഇങ്ങനെ ഒരു മനപരിവർത്തനം ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടാകാൻ കാരണം? അത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് 3, 4, 5 പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തിരുന്നു. സജനയുടെ വാപ്പയായിട്ട് ഫോണിൽ സംസാരിച്ചു, ഗൾഫിൽ നിന്ന് വന്ന പിറ്റേ ദിവസം. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കാണണം, കണ്ട് നമുക്ക് ഇരിക്കാം, സലീംക്ക ഒന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. ഇല്ലില്ല, നടക്കൂല, അവളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. താങ്കൾ അതിൽ ഇടപെടാനൊരു കാരണം ഉണ്ടായോ? കാരണം ലാസ്റ്റ് സജനനെയും കാണുന്ന സജനയുടെ വിവാഹത്തിന്റെ അന്നാണ്. അതിനുശേഷം പിന്നെ സജന ഗൾഫിൽ പോയി. പിന്നെ നമ്മൾ അതിനുശേഷം ഇപ്പം അടുത്ത് കഴിഞ്ഞ ഒരു മാസത്തിന് താഴെയായിട്ടും ഗൾഫിൽ ഞങ്ങളൊരു ഫംഗ്ഷന് പരിചയപ്പെട്ടത് കണ്ടു. അവിടെ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ സജനയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കാഞ്ചി വാപ്പയുടെ ഫോൺ നമ്പർ താപ്പ പറഞ്ഞു, വാപ്പ ഗൾഫിലാണ്, 30-ാം തീയതി എത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, 30-ാം തീയതി വരട്ടെ. അപ്പൊ ഉമ്മയായിട്ട് സംസാരിച്ചത് അതിനിടയിൽ. ഉമ്മയുടെ അവസ്ഥ എങ്ങനെയാ? ഉമ്മ വാപ്പാനായിട്ട് മോശം ആണല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ 37 വർഷം ഞാൻ ഈ ഫീൽഡുകളിൽ ഈ ഡൈവേഴ്സ് പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
എല്ലാം ദൈവമാണ് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ആധികാരികമായിട്ട് താങ്കൾക്ക് അറിയാം? എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. ഒരുപാട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ, സജ്ജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം അല്ലേ? അറിയാം. ഓക്കെ, ജെനുവിൻ ആണല്ലോ അല്ലേ പ്രശ്നങ്ങൾ? ഓക്കെ. അപ്പം ഞാൻ താങ്കളുടെ സംശയം ഉണ്ടായിട്ട് ചോദിച്ചല്ല, അപ്പൊ അദ്ദേഹം ഒന്ന് ഗ്യാരണ്ടി ചെയ്തോട്ടെ. തീർച്ചയായിട്ടും ചോദിക്കണം സാർ. കാരണം ഇപ്പം ഇന്നത്തെ ഒരുപാട് ലേഡീസ് ആവശ്യമില്ലാതെ അവരുടെ ഭർത്താവിനെതിരെ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പോലെ ജെനുവിൻ കേസുകൾ അതിന്റെ താഴെയായി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം അത് അനിവാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ. സജ്ജന ഇതിനിടയിൽ ഗൾഫിൽ പോയല്ലോ, സൗദി അറേബ്യയിലേക്ക് പോയല്ലോ, മകളെ കൂട്ടി പോയല്ലോ. അപ്പൊ അവിടെ പോയതിനു ശേഷം എങ്ങനെയായിരുന്നു അവസ്ഥ? സജ്ജന അവിടെ എന്തെങ്കിലും ജോലി ചെയ്തു അതോ? ജോലി ചെയ്തു. അവിടെ ഞാൻ ഈ കുട്ടിയാര് നോക്കും? അത് എനിക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മകളുടെ അടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ മോളെ വീട്ടില് ഒറ്റയ്ക്കാക്കിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഹസ്ബൻഡ് നോക്കില്ല. മണിക്കൂർ ചിലപ്പം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരും. എന്ത് ജോലിയായിരുന്നു സജ്ജന ചേരുന്നത്? ഞാൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ, അതായത് സൗദി അറേബ്യയിലായിരുന്നു, സൗദി കുവൈറ്റ് ഒരു ബോർഡറിലായിരുന്നു. അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. രാംകോ ബേസ്ഡ് പ്ലാറ്റ്ഫോമും കൂടി ആയിരുന്നു. കുറച്ച് അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആളവിടെ സെയിൽസ്മാൻ ആയിരുന്നു. ഞാൻ ഈ ഒരു ജോലിയിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഉമ്മാനോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മ അത് ഭയങ്കരമായിട്ട് വിലക്കെടുത്തിരുന്നു. ഉമ്മ അത് ഹസ്ബൻഡിനോട് ചെറുതായിട്ട് ദേഷ്യപ്പെടും. കാരണം കയ്യാങ്കളി എപ്പോഴാണ് തുടങ്ങിയത്? സൗദിയിലെത്തിയതിനു ശേഷം തുടങ്ങിയത്. കുട്ടിയെ മുറിയിൽ ഉള്ളിലാക്കി പൂട്ടിയിട്ടാ പോകുന്നത്. എന്നെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അത് ആളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആള് അഭിപ്രായം പറഞ്ഞോ? ഇല്ല, പ്രത്യേകിച്ച് എന്നെ കുറ്റപ്പെടുത്തി പറയുന്നല്ലാതെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ആള് പറഞ്ഞിട്ടില്ല. ആള് പിന്നെ ഒരു ഉച്ചയ്ക്ക് മുന്നേ ആള് വീട്ടിലെത്തും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നോക്കും. പിന്നെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി തനിച്ചാക്കി പോകുന്ന എത്ര കാലം തുടർന്നു? അത് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി കരയില്ലേ ഈ സമയത്ത്? താങ്കൾ എങ്ങനെ അറിയൂ? ഉറങ്ങിയിട്ടുണ്ടാവും അവള്. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു ലേഡീനെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ പോയിരുന്നത്. പക്ഷെ അത് തെറ്റാണ്, തീർത്തും പൂർണ്ണമായിട്ടും തെറ്റാണ്. ഞാനത് മകളോട് മാപ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. മകള് പറയുന്നത് ഉമ്മ എനിക്കറിയാം, കാരണം ഉമ്മയുടെ അവസ്ഥ കൊണ്ട് ഉമ്മ ജോലിക്ക് പോയേക്കണതാണെന്ന് എനിക്കറിയാന്നാണ് മകള് പറഞ്ഞത്. ഈ സൗദി ചെന്നിട്ട് എത്ര കാലം കഴിഞ്ഞാണ് അദ്ദേഹം മറ്റേ കലാപരിപാടി ആരംഭിച്ച അക്രമം? അതിനധികം സമയമൊന്നും പോയില്ല. അത് കുറച്ച് നാളുണ്ടായിരുന്നുണ്ട്. അതൊരു അവിടുത്തെ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന ഒരു സംഭവം ഉണ്ട് സൗദി അറേബ്യയില്. അപ്പൊ അതിന് പോകുന്നതുമായിട്ട് സംസാരിച്ചപ്പോ, അതെ, ഉംറയ്ക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ആളാദ്യമായിട്ട് കസേര എടുത്ത് നമ്മളെ കസേര തുടങ്ങിയത്. പിന്നെ കൊണ്ടില്ല, കൊള്ളുന്നതിന് മുന്നേ ഞാൻ മാറിയപ്പോഴേക്കും കസേര ആ വഴിക്ക് അങ്ങോട്ട് പോയി. അവിടുന്നാണ് തുടക്കം അല്ലേ? അത് കഴിഞ്ഞ് പീഡനത്തിന്റെ ഒരു കഥയായോ ജീവിതം? പിന്നെ അങ്ങനെയാണ്. പിന്നെ എല്ലാ ദിവസമൊന്നും ആള് കൈവെക്കൊന്നുമില്ല. പക്ഷെ പലപ്പോഴായിട്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ആളുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇഷ്ടക്കേട് ആളുടെ ഭാഗത്തുനിന്ന് ഇഷ്ടക്കേട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. താങ്കൾക്ക് ചോദ്യം ചെയ്യണം എന്ന് തോന്നിയ അദ്ദേഹത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഉമ്മയ്ക്ക് പോകുന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും പോവുകയാണെങ്കിൽ ആ ഭാര്യയും ഭർത്താവുമാണ് സംസാരിക്കണം, അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം ചെയ്തത് കൂട്ടുകാരന്റെ ഭാര്യയോടാണ് പറഞ്ഞത്. കൂട്ടുകാരന്റെ ഭാര്യ പറഞ്ഞിട്ട് ഞാൻ അറിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിഷമം തോന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എന്നോട് പറയാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. ഞാൻ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും. ഞാൻ വൈഫാണ്. അതെ, ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. പുള്ളി മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ എടുത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പടം വെട്ടി അയക്കുന്നത്. ഇങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ഉള്ളിടത്ത് തീർച്ചയായിട്ടും അനുകരിക്കേണ്ടി വരും. വളരെ സ്ട്രേഞ്ച് ആയി തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വിവാഹ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ഭർത്താവിനെ ഓർപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഭാര്യ വരിക എന്ന് പറഞ്ഞാൽ. കാരണം ആള് ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരാണ്, നിങ്ങളോട് എന്തിനാ പറയണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്താ പറയാ, എന്നോടല്ലേ പറയണ്ടേ? ഇങ്ങനത്തെ ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ എന്നോടല്ലേ പറയണ്ടേ? അത് എന്നോട് ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം വേറെ ആളോട് ഡിസ്കസ് ചെയ്തിട്ട് അവര് പറയുമ്പോൾ എനിക്കത് ഫീൽ ആവണം, എനിക്കത് വിഷമാവണം. താങ്കളുടെ കണ്ണ് നനയുന്നതാണ് അദ്ദേഹത്തിന്റെ സന്തോഷം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് കരച്ചിൽ വരുന്ന കൂട്ടത്തിലാണോ അതോ ബോൾഡായിട്ട് പിടിച്ചു നിൽക്കൂ? അന്നൊക്കെ കരയുമായിരുന്നു. ഇന്നിപ്പം വിചാരിച്ചാൽ പോലും കണ്ണീര് വരുന്നില്ല. കണ്ണീർ ഗ്രന്ഥി പറ്റി ഒരു മരവിപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അനുഭവിച്ചുകൊണ്ട് ഗ്രന്ഥി ഉള്ളിലേക്ക് വലിഞ്ഞാണോ? തീർച്ചയായിട്ടും. മറ്റേത് ഒരു 2 വർഷം മുന്നേ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. കരഞ്ഞ് എന്റെ തലയണ മൊത്തം ആ ഒരു ഉപ്പിന്റെ അംശം കൊണ്ട് അതിന്റെ പാടുകൾ പോലും എന്റെ തലയണയിലുണ്ട്. ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഞാൻ കരഞ്ഞ് ആ ഒരു ചെമ്പരന്റെ സൈഡ് ഇങ്ങനെ പാട് പോലും ആയിട്ടുണ്ട്. അത്രയും നമ്മൾ കരഞ്ഞിട്ടുണ്ട്, അത്രയും വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ വിചാരിച്ചാൽ പോലും കണ്ണീര് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ജീവിതത്തിൽ വല്ലാത്ത വേദനയുടെ കഥകളേ ഉള്ളൂ താങ്കൾക്ക് പറയാൻ. ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ മത്സരം ഉണ്ടെന്നുള്ളത്. താങ്കളുടെ കാര്യങ്ങളൊക്കെ കേട്ട് ഞാനങ്ങ് നിന്നുപോയി. അപ്പോൾ സാരമില്ല, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് താങ്കൾക്ക് അറിയുന്ന പോലെ 1 കോടി രൂപ ഇതിലുണ്ട്. ക്യാഷായിട്ട് താങ്കൾക്ക് തരും. 10,000 രൂപ വെച്ചിട്ട് നമ്മൾ മത്സരം ആരംഭിക്കും. ഇതിപ്പോൾ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് താങ്കൾക്ക് മത്സരിക്കാം. 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ മത്സരിക്കാം. മറ്റേതെന്ന് പറഞ്ഞാൽ യാതൊരു ഹെൽപ്പോ പിടിവള്ളിയോ സപ്പോർട്ടുകളോ ഒന്നുമില്ല. തെറ്റിയാൽ അപ്പം തന്നെ പുറത്താകും.
10 ചോദ്യം 10 ലക്ഷം ഇൻറ്റു 1 കോടി. അത് നമ്മുടെ 6ാം നിലയിൽ 1 കോടി മത്സരിക്കേണ്ട സ്ഥലം അങ്ങ് മുകളിലാണ്, ഊപ്പർമേ. അപ്പോൾ മുകളിൽ മത്സരിക്കും. അത് വേണോ? ഘട്ടം ഘട്ടമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ അവധാനതയോടെ വളരെ സമാധാനത്തോടെ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്തണോ? 20 ചോദ്യങ്ങൾ വഴി. അതാണ് നല്ലത്. അപ്പൊ 20 ചോദ്യങ്ങൾ വഴി അല്ലേ പതുക്കെ പോകാമെന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ പ്രത്യേകിച്ച് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത്തിരി വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ചിന്ത എന്താണ്? മെയിൻ ആയിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാല് എനിക്കിത് ലോകത്തെ അറിയിക്കണം. താങ്കളുടെ ജീവിതാനുഭവങ്ങൾ ലോകത്തെ അറിയിക്കണം. ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നില്ലേ, ഇത്രയും ലൈറ്റും ഇത് സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നില്ലേ, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ 2 കൊല്ലം മുന്നേ ഞാൻ കരഞ്ഞത് അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ മരിക്കാൻ വരെ തീരുമാനിച്ചിട്ട് മരിക്കാൻ വരെ തയ്യാറെടുപ്പ് നടത്തിയുള്ള ഒരാളാണ്. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാൻ കാരണം വാപ്പയും ഉമ്മയും എതിരായപ്പോഴാണ് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് വന്നത്. തെറ്റാണ്. കുട്ടികളെ കുറിച്ച് ആലോചിച്ചില്ലയോ? ആലോചിച്ചപ്പോഴാണ് നമ്മളതിൽ നിന്നും പിന്തിരിഞ്ഞ് ഇപ്പൊ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. കുട്ടി മോള് അറിഞ്ഞു. മോൾ അറിഞ്ഞതിന്റെ അടുത്ത് നടന്നതിനിടയിലാണോ കുട്ടി കണ്ടത്? ആദ്യം ഞാൻ കാറിൽ നിന്ന് ചാടിയിട്ടുണ്ട്. അപ്പൊ അന്ന് കാറിൽ നിന്ന് ഞാൻ ചാടിയിട്ടുണ്ട്. അപ്പൊ അന്ന് മകനും പിന്നെ ഒരു കൂടി ഉണ്ടായിരുന്ന ഒരു മെയ്ഡുമാണ് പിടിച്ചു വലിച്ച്. പേടിച്ചോ? മൂത്ത മോനല്ലേ? പേടിച്ചോ നീ? ഭയങ്കര പേടിയായിരുന്നു. കാരണം സ്വന്തം ഉമ്മ ചാടുമ്പോൾ ആർക്കെങ്കിലും പേടി ഉണ്ടാവൂലേ? ഏത് വഴി പോകുമ്പോഴായിരുന്നു മോനെ സംഭവിച്ചത്? മരുഭൂമി സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. സൗദി അറേബ്യ വെച്ചായിരുന്നോ? അല്ല, ദുബായിൽ വെച്ചിട്ടായിരുന്നു. ദുബായിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ ഉമ്മയുടെ ഉമ്മയുണ്ടായിരുന്നു, ഉമ്മയുടെ അനിയത്തിയിലായിരുന്നു. അവര് പോണ സമയത്ത് ഫുള്ള് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ഉമ്മാനെ കുറച്ച് ചീത്ത പറയണ്, വഴുക്കുറോണ്ടിരിക്കുന്നു. അതൊക്കെ എല്ലാം തല പിടിച്ചിട്ടായിരിക്കുള്ളൂ വണ്ടിയിൽ നിന്ന് ചാടാൻ നോക്കിയത് ഉമ്മ. അപ്പൊ തന്നെ ഞാനും പിന്നെ അവിടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു അവിടെ ദുബായിലെ ആ ഒരു റൂമില്. അപ്പൊ ഞങ്ങൾ 2 കൊണ്ടും പിടിച്ചു കാല് പുറത്തോട്ട് ഇറക്കി വണ്ടിയുടെ. അപ്പൊ തന്നെ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടി. വണ്ടി ഓടിച്ചത് ഉമ്മയുടെ അനിയത്തി. എത്ര കാലമായി ഇത് സംഭവിച്ചിട്ട്? ഒരു 2-3 വർഷം. മോനിപ്പോ പഠിക്കുവാണോ? ഏത് സ്കൂളില്? HSS പനങ്ങാട്. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ഒരിക്കലും ഞാൻ സ്വയം മരിക്കില്ല. ദൈവമായിട്ട് ആ ഒരു ജീവൻ എടുക്കുമ്പോ അല്ലാതെ ഞാൻ സ്വയം മരിക്കില്ല. അപ്പൊ നല്ല കാര്യം, നല്ല തീരുമാനം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് പോകാം. താങ്കൾ മത്സരിക്കാൻ തയ്യാറാണല്ലോ? തയ്യാറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പൈസയ്ക്ക് ആവശ്യമുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. 3 കുട്ടികളെ വളർത്തണമല്ലോ. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈ ഡബിങ്ങും മോഡലിംഗും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്കുകൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. റെഡി. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടന്നല്ലോ, സമയം കളയാതെ. ഓക്കെ, അപ്പൊ 1 കോടി താങ്കൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോണിറ്റർ കേറി വാ. അപ്പോ ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഇസ്ലാം മതവിശ്വാസികൾ നൽകേണ്ട മത നിയമപ്രകാരമുള്ള ദാനത്തെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഹിജ്റ, ഓപ്ഷൻ ബി സക്കാത്ത്, ഓപ്ഷൻ സി ശരീഅത്ത്, ഓപ്ഷൻ ഡി ഫിഖ്. ഓപ്ഷൻ ബി സക്കാത്ത്. താങ്കൾക്ക് ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന നാണക്കേട് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. കൊടുങ്ങല്ലൂര് നമ്മുടെ ചേരമാൻ ജുമാ മസ്ജിദ് ഫസ്റ്റ് മസ്ജിദാണ്. ആ സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നതാണ്. ഒരു മുസ്ലിമാണ് പറഞ്ഞിരുന്ന ഭയങ്കര പ്രശ്നമാണ്. വേറെ കാര്യം കൂടെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഔട്ടായ ബാക്കിയുള്ള കഥ ആരോട് പറയും? അയ്യോ, മാത്രമല്ല വെറും കൈയോടെ കൊടുങ്ങല്ലൂർക്ക് മടങ്ങും ആയിരിക്കും മോനെ. അതെ, ഓക്കെ. അപ്പൊ പിന്നെ എല്ലാവർക്കും അത് അഭിപ്രായമെങ്കിൽ ജനകീയ അടിത്തറയുള്ള ഒരു ഉത്തരവാണ്. ഉത്തരം ശരിയാണ്. പലപ്പോഴും എനിക്കറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്ത് പറയാറുമില്ല അല്ലേ? സക്കാത്ത് കൊടുത്താൽ പുറത്ത് ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നുള്ളൊരു പറയാൻ പാടില്ല. എത്ര രൂപയായാലും പറയാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് ആൾക്കാർ പാലിക്കുന്നുണ്ടോ? പാലിക്കുന്നവരുണ്ട്, പാലിക്കാത്തവരുണ്ട്. അതാണ് സത്യം. ഓക്കെ, അതുണ്ട്. അപ്പൊ 10,000 രൂപ കൈ കിട്ടി. അപ്പൊ നമുക്ക് ഇനി 20,000 രൂപ ചോദ്യത്തിലേക്ക് പോയാലോ? 20,000. മോണിറ്റർ കേറി വാ. രൂപയുടെ ചോദ്യമാണ്. 20,000 റുപ്പീസ്. താങ്കൾ ഒന്ന് അങ്ങോട്ട് LED നോക്കിക്കോളൂ. താങ്കൾക്ക് അവിടെ ഒരു ദൃശ്യം കാണിച്ചു തരാം. മനസ്സ് നിറയെ കണ്ടോളൂ. മനോഹരമായ ഒരു സ്റ്റില്ലാണത്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം 20,000 രൂപയുടെ ചോദ്യം. ഏത് പ്രതിഭാസത്തിന്റെ പേരിലാണ് പെറുവിലുള്ള ഈ പർവ്വതം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഒയാസിസ്, ഓപ്ഷൻ ബി റെയിൻബോ, ഓപ്ഷൻ ഡി ഹാലോ, ഓപ്ഷൻ ഡി സുനാമി. ഓപ്ഷൻ ബി റെയിൻബോ. റെയിൻബോ. ആർ യു ഷുവർ? Yes, I think so. തെറ്റിയാൽ തെറ്റും. ഞെട്ടു. തെറ്റിയാൽ തെറ്റും. തെറ്റും. അപ്പൊ ഓപ്ഷൻ ബി റെയിൻബോ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. 20,000 രൂപ ഇപ്പോൾ കൈ കിട്ടിയിരിക്കുന്നു.
സൗദി അറേബ്യയിലെ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. ഭർത്താവ് കലാപരിപാടികളൊക്കെ തുടങ്ങുന്നു, ആക്രമിക്കുന്നു, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു അല്ലെ. കുട്ടിയെ മുറിയിൽ തനിച്ചാക്കി ജോലിക്ക് പോകുന്നു. അപ്പൊ ഈ ജോലി കുറെ കാലം തുടർന്നു, പിന്നെ ഉപേക്ഷിച്ചോ? ഞാൻ ഉപേക്ഷിക്കാൻ കാരണം കുട്ടികള് അല്ല, പിന്നെയും കുട്ടികൾ അവിടെ പോയതിനു ശേഷം ഉണ്ടായി 2 കുട്ടികൾ. 2 കുട്ടികളും ഞാൻ അവിടെയാണ് പ്രസവിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ആ സമയത്ത് മോന്റെ പ്രസവം 3ാമത്തെ ആളുടെ പ്രസവം കഴിഞ്ഞു. സ്വാഭാവിക പ്രസവമായിരുന്നു? നോർമൽ ആയിരുന്നു എല്ലാം. പക്ഷെ നോർമൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. 4 കിലോ ഉള്ള കുട്ടിയെ നമ്മളോട് നോർമൽ ആക്കുകയാണ് ചെയ്തത് ഡോക്ടർ. അതിന് കാരണമുണ്ട്, അവിടെ ഒരു ബോർഡർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റിമോട്ട് ഏരിയയാണ്. അപ്പം ഹോസ്പിറ്റൽസ് ഒന്നും നല്ലതുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നോർമൽ ഡെലിവറീസ് ആണ് കൂടുതൽ നടക്കുന്നത്. സിസേറിയൻ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ നോർമൽ ആക്കും. അപ്പം മോൻ 4 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ നോർമൽ ആക്കിയപ്പം ഡിസ്കിന് കംപ്ലൈന്റ് വന്നു, ഡിസ്ക് പ്രൊലാപ്സ് വന്നു എനിക്ക്. അതെ. അതിനുശേഷം 3ാമത്തെ കുട്ടിനെ പ്രസവിച്ചു. അതും അടുത്തടുത്തായിരുന്നു, ഇത് തമ്മിൽ അത്ര ഏജ് വ്യത്യാസമില്ല. 3ാമത്തെ കുട്ടിനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ബ്രസ്റ്റിന് ഒരു സർജറി ഒക്കെ വന്നിരുന്നു. അപ്പൊ ഈ കാലത്ത് താങ്കളുടെ ഭർത്താവിന്റെ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ എങ്ങനെയായിരുന്നു ഇന്ന് ഓർമ്മിക്കുമ്പോൾ? ഇല്ലില്ല, ഹോസ്പിറ്റലിലേക്കൊന്നും വരാതായിട്ട് അവസാനം ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞത് തന്നെയാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ചെലവുകളൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഫ്രീ ആയിരുന്നു ട്രീറ്റ്മെന്റും. അല്ല, അവിടെ നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ അതൊക്കെ അയാൾ പേടിക്കുന്നുണ്ടാവില്ലേ ആ രാജ്യത്ത്? ഉണ്ടാവും, പേടിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ആൾക്കറിയാം ഞാനിത് പുറത്ത് പറയില്ലാന്ന്. ഇപ്പൊ ഇത്രയും വർഷങ്ങൾ എടുത്തില്ല ഞാനിത് പുറത്ത് പറയാൻ. ഈ കുറച്ചു കാലം ഇങ്ങനെ ഒരു അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു, അതായത് നമ്മൾ എതിർപ്പുകളൊന്നും ഇല്ലാതെ ജീവിച്ചു. അതിന് 2 കുട്ടികളുണ്ടായി, അപ്പൊ 3 കുട്ടികളായി. അപ്പൊ എപ്പോഴാണ് താങ്കൾക്ക് ഈ എതിർപ്പിന്റെ വാളൊക്കെ കയ്യിലെടുക്കണം തോന്നിയേ? അത് ഈ കുറച്ച് 2-3 വർഷത്തിന് മുന്നെയാണ് നമ്മൾ ആ എതിർപ്പിന്റെ വാള് കയ്യിലെടുക്കണം തോന്നിയത്. അതിന് കാരണം ഇത്രയും വർഷങ്ങളോളം ഞാൻ ജീവിച്ചത് ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ മക്കളുടെ ജീവിതം പോലും അപകടത്തിലേക്കാവുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഈ സാർ പറഞ്ഞ വാള് എടുത്തു തുടങ്ങിയത്. അല്ല, നേരിട്ട് കയർക്കുകയായിരുന്നു അതോ വേറെ ആരെങ്കിലും ഇടപെടുത്തുകയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും ആളെ ഒരു ചീത്തവാക്ക് വിളിച്ചതും അതുപോലെ തന്നെ കൈ ഉയർത്തി തല്ലിയതും അപ്പോഴായിരുന്നു. തല്ലിയോ? ഞാൻ എന്നെ തല്ലിയപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തല്ലിയപ്പോൾ നമ്മൾ അങ്ങോട്ട് അതുപോലെ അത് ഞാൻ ഇല്ലില്ല. അത്രയും നാള് നമ്മളാണ് കൊണ്ടിരിക്കുന്ന ഒരു അടിയായിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം ഈ തല്ല്, കാരണം ഒരു ഭർത്താവ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭാര്യയുടെയും തിരിച്ചൊരു എണ്ണം വാങ്ങിയാൽ വലിയ ഷോക്കായിരിക്കും ശരാശരി ഭർത്താക്കന്മാർക്ക്. അതോടുകൂടിയാണ് തല്ല് നിന്നത്. അടിച്ചു നിർത്തി അല്ലേ? അല്ലാതെ പണ്ടേ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും കിട്ടില്ലായിരുന്നു. ഇത് ചെയ്യാൻ അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണോ മറ്റുള്ളവർക്ക്? ഞാൻ പറയാണ്, അങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ഉള്ളിടത്ത് നമ്മൾ തീർച്ചയായിട്ടും അനുകരിച്ചേ പറ്റും. അല്ലാത്തടത്ത് അനുകരിക്കാൻ നിൽക്കണ്ട. വളരെ നല്ല കുടുംബം. അത് പോലീസിന്റെ അടുത്ത് അങ്ങനെ പോണെങ്കിൽ പോകാം. പക്ഷെ ഈ പോലീസിന് എല്ലാവർക്കും കിടപ്പറയിലേക്ക് പോലീസിന് കടന്നു വരാൻ ഒരുപാട് പരിമിതിയുണ്ട്. അതെ അതെ അതെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വയം പ്രതിരോധം എന്നുള്ള നിലക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാത്ത ഭർത്താക്കന്മാരെ അനുസരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും, നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇത്രയും വിഷമങ്ങളും വേദനകളും ഒക്കെ അവിടെ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് ഉമ്മയോടും ഉപ്പയോടും പറയാൻ പറ്റാതെ പോയത്? ഉപ്പാനോട് ഒട്ടും പറയാൻ പറ്റില്ല. ഉപ്പ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പൊ ഉപ്പ വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര അടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവരെ ഒത്തുചേർത്ത് കൊണ്ടുപോയി. അങ്ങനെ അവര് തമ്മിൽ അത്ര വലിയ സ്വരച്ചേർച്ച ഉള്ള ആൾക്കാരല്ല. അറിയാമായിരുന്നു? ഇല്ല, ഉപ്പാനോട് ഞാൻ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറയുന്നത് ഉമ്മാനോട് മാത്രമാണ്. ആ സമയത്ത് ഉമ്മ പറയും, സഹിക്കുമോളെ, ക്ഷമിക്കുമോളെ, മുസ്ലിമാണ്, 3 കുട്ടികളായി, നമുക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ആളുടെ ചെറുപ്പത്തിൽ തന്നെ പാരന്റ്സ് ഡിവോഴ്സ് ആയി പോയത് കൊണ്ട് നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നു. താങ്കളുടെ ജോലി എപ്പോഴാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്? 3ാമത്തെ കുട്ടിനെ പ്രസവിച്ച ശേഷമാണ്. എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ സർജറിക്ക് ശേഷം ആണ് ഞാൻ അതൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമ്മൾ ജോലി റിസൈൻ ചെയ്തത്. അപ്പൊ ഈ ജോലി പോയപ്പോ ഉമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിനുശേഷമാണ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് പുള്ളിക്ക് നന്നായിട്ടൊരു സാമ്പത്തിക നില വരുന്നത്. ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയ ആള്. അതിന് മുന്നേ ആളൊരു സെയിൽസ്മാൻ ആയിരുന്നു. പക്ഷെ ആ മൊബൈൽ ഷോപ്പിൽ തന്നെ വേറെ വർക്കുകളും പ്രൊജക്ടുകളൊക്കെ ഏറ്റെടുത്തിട്ടാണ് ആൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഉമ്മയുടെ സ്വഭാവത്തിൽ ഭീകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത്. പെറ്റ ഉമ്മയാണ്. ഞാനും 3 പ്രസവിച്ചതാണ്. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. ഒരിക്കലും ഞാൻ അടക്കമുള്ള ഒരു ഉമ്മമാരും മാറാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്റെ ഉമ്മ മാറി. പ്രധാനമായിട്ടുള്ള പ്രശ്നം ഉപ്പാടെ ബസ് സർവീസ് നഷ്ടം വന്നിട്ട് ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു. ഒരു ചെറിയ ഫ്ലാറ്റിലാണ് അവരിപ്പോ താമസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീട് എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ്. അപ്പൊ ആ വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ഉപ്പാക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്റെ സാമ്പത്തികമുള്ള ഹസ്ബൻഡ്, അതായത് അവിടെ ഒരു വീട് വെക്കേണ്ടി വന്നാൽ ഡിപ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതെ, കുറച്ചുകൂടെ ഭർത്താവിനോട് ചാരി നിൽക്കാം എന്ന് വിചാരിച്ചു. മരുമകനോട് അങ്ങനെ എന്തെങ്കിലും മരുമകൻ പറഞ്ഞിരുന്നോ വീടൊക്കെ വെച്ച് കൊടുക്കാമെന്നോ? മരുമകൻ പറഞ്ഞു. പക്ഷെ മരുമകൻ പറഞ്ഞത് ഞാൻ അറിയാതെയാണ് മരുമകൻ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. ഇങ്ങനെ വീട് വെച്ച് കൊടുക്കാം,
അല്ലെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കാന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത് ഞാൻ അറിയാതെയാണ്. അവിടെ നിന്നാണ് ഇല്ല ഞാൻ ചെയ്യാതെ താങ്കളുടെ ഉമ്മയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം, ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് കഴിയാൻ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഭർത്താവ് ആലോചിച്ചു. നടപ്പിലാക്കിയത് നടപ്പിലാക്കിന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഒരു വീടും പറമ്പും. അതെവിടെയാ? കൊടുങ്ങല്ലൂര് തന്നെ. അദ്ദേഹം ഒരു വീടും പറമ്പും. ഇതിനിടയിൽ കുറച്ച് കഥകൾ ബാക്കിയുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ പറയാം. വീടും പറമ്പും ആള് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഇവരെ പറ്റിച്ചിട്ട്, അതായത് എന്റെ ഹസ്ബൻഡിനെയും എന്റെ പാരന്റ്സിനെയും പറ്റിച്ചിട്ട് ഈ ബ്രോക്കർ കടന്നു കളഞ്ഞു. അവർ കൊടുത്ത പൈസയും പോയി, പറമ്പും വീടും പോയി. എനിക്ക് ഉമ്മാക്ക് വീട് കിട്ടുന്ന സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ എന്റെ വീട് കൊടുത്തത് കൊണ്ട് നമുക്കൊരു വിഷമം. സന്തോഷിച്ചില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ പൈസയും എന്റെ ഉമ്മാക്ക് വീടും ഇല്ലാണ്ടാവുന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. സന്തോഷം തോന്നി. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ഇനി 30,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ വരൂ. വളരെ സൂക്ഷിച്ച് കളിക്കണം, ബി സീരിയസ്. അപ്പൊ ഈ താങ്കൾ പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ? പാടുവോ? ചെറുതായിട്ടൊക്കെ ഒന്ന് മൂടും. അപ്പൊ താങ്കൾക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ആദ്യം ഇത് കേട്ടു നോക്കൂ. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക്. പാട്ട് കേട്ടല്ലോ? എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ ഈ പാട്ട്? ഒട്ടും കേട്ടിട്ടില്ല, ഒരു പരിചയമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ചെങ്കോട്ട എന്ന തമിഴ് സിനിമയിൽ ഒരു പാട്ടാണിത്. ഇതേ ഗാനത്തിന്റെ അതേ ഈണത്തിൽ വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയ ഒരു മലയാള പാട്ടുണ്ട്. അത് ഏത് പാട്ടാണ് എന്നാണ് എന്റെ ചോദ്യം. 30,000 രൂപയുടെ ചോദ്യം. ഓപ്ഷൻ എ താമരപ്പൂവിൽ വാഴും, ഓപ്ഷൻ ബി പൊന്നിൽ കുളിച്ചു നിന്നു, ഓപ്ഷൻ സി ഒരു നറുപുഷ്പമായി, ഓപ്ഷൻ ഡി എത്രയോ ജന്മമായി. ഓപ്ഷൻ ഡി എത്രയോ ജന്മമായി. അറിഷർ, താങ്കൾ ധൈര്യശാലിയാണോ? യെസ് സർ. ഇത് പാടി നോക്കണോ? ഇപ്പം പാടാനുള്ള, ഞാനിത് കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ, ആ ടെൻഷൻ നിൽക്കുന്നു അല്ലേ? ഓപ്ഷൻ ഡി എത്രയോ ജന്മമായി. ഐ എം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകുന്നു. അപ്പൊ 30,000 രൂപയുണ്ട്. അപ്പൊ ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോയല്ലേ പെട്ടെന്ന്. കാര്യം ഇത് പറ്റിയ സമയമാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് എനിക്കൊന്ന് ഭാഗ്യം അടിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. 40,000. അടുത്ത ചോദ്യം. ഇനി പറയുന്നവയിൽ ഏത് തരത്തിൽപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ ഒരുങ്ങുന്നത് ഇപ്പോൾ? ഓപ്ഷൻ എ മൃഗശാല, ഓപ്ഷൻ ബി സംഗീത കോളേജ്, ഓപ്ഷൻ സി ക്രിക്കറ്റ് സ്റ്റേഡിയം, ഓപ്ഷൻ ഡി പോസ്റ്റ് ഓഫീസ്. പിടിവള്ളി വേണോ? അപ്പൊ 3 പിടിവള്ളി ഉണ്ട്. 2 പിടിവള്ളി കുട്ടേട്ടന്റെ വക, 1 പിടിവള്ളി ഈ 3 സഹൃദയര്. പിടിവള്ളിയിലേക്ക് പോകാം. ആരുടെ പിടിവള്ളി? കമ്പാനിയനിലേക്ക് പോകാം. കമ്പാനിയനിലേക്ക് പോകാം അല്ലേ? ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്തേ. ഇവയിൽ ഏത് തരത്തിൽപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ ഒരുങ്ങുന്നത്? മൃഗശാല, സംഗീത കോളേജ്, ക്രിക്കറ്റ് സ്റ്റേഡിയം, പോസ്റ്റ് ഓഫീസ്. ക്രിക്കറ്റ് സ്റ്റേഡിയം. പള്ളിയിലെങ്കിലും ചർച്ച ചെയ്തില്ല ഇതൊന്നും? അവർക്ക് ഡൗട്ടാണ്. അപ്പൊ അതൊരു റിസ്ക് ആണ്. എടുക്കുന്നോ? റിസ്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. താങ്കളുടെ മനസ്സൊക്കെ ഏകഗ്രമാക്കി താങ്കൾ ഒരു ഉത്തരം പറയൂ. ചിലപ്പോൾ അത് ശരിയായാലോ? ഓപ്ഷൻ എ മൃഗശാല. മൃഗശാല ഉറപ്പിക്കാമോ? പൂട്ടി, മൃഗശാല പൂട്ടി. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഒരു തോന്നൽ, മൃഗശാല. തൃശ്ശൂർ അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നി അല്ലേ? ഒരു മൃഗശാല അല്ലേ? അപ്പൊ തൃശ്ശൂർ മൃഗശാല ഉണ്ടല്ലോ. സ്വരാജ് പോയിട്ടില്ലേ? അതിനടുത്ത് മൃഗശാല ഇല്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണത് മൃഗശാലയാണെങ്കിൽ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഒന്ന് കരുത്താർജിച്ചോളൂ. ഈ ഒരു ഷോക്ക് കേൾക്കാൻ വേണ്ടി കരുത്താർജിച്ചോളൂ. എന്തായാലും ഗസ് ചെയ്ത ഒരു ഉത്തരമാണ്. അതിന്റെ റിസ്ക് എല്ലാം അതിലുണ്ട്. എനിക്കൊന്ന് കഥകൾ, അനുഭവങ്ങൾ, കൊള്ളുന്ന പരമാർത്ഥങ്ങൾ, കുറെ കാര്യങ്ങൾ താങ്കളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ നിലകൊണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് പാതി വഴിയിൽ അവസാനിക്കുന്നു എന്നുള്ളൊരു ദുഃഖ സത്യം ഞാൻ താങ്കളെ അറിയിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ മൃഗശാലയാണ് ശരി ഉത്തരം. പുത്തൂരിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് അവിടെ അണിഞ്ഞൊരുങ്ങുന്നത്. ഈ അടുത്ത കാലം വയനാട്ടിൽ നിന്നൊരു കടുവ അതിനെ കൊണ്ടുവന്ന് ഈ മൃഗശാലയെ വിട്ടിട്ടുണ്ട്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയ കടുവയാണ്. വനംവകുപ്പ് പിടിച്ച് ഇവിടെ പുത്തൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 10 വിപരീതമായി നമ്മൾ ചെക്കല്ല, എല്ലാം കറണ്ട് ഇടപാടാണ് ഇപ്പോൾ. ഓക്കെ, 1 2 3 4. എൻ്റെ ഉള്ളു പൊള്ളുന്ന ഒരു പരിപാടിയായി ഈ കർമ്മം. ഞാൻ ചെക്കാവുമ്പോൾ ചെക്കാണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ 40,000 രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഓക്കെ, മത്സരം തുടരാം. ഓക്കെ, റെഡി. ഇനി നമുക്ക് 50,000 രൂപയുടെ ചോദ്യമാണ്. പക്ഷെ ആ മത്സരം അടുത്ത ലെവലിലാണ് നടക്കുക. അപ്പൊ താങ്കൾ പിടിച്ചു നോക്കൂ. കൊട്ടേട്ടാ, ലെവൽ 2.
അപ്പൊ താങ്കളുടെ ജോലി പോയതിനു ശേഷം ഉമ്മയുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? എന്നെ അവോയ്ഡ് ചെയ്തിട്ട് രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു സംഭവം ഉമ്മയോട് ചോദിച്ചിരുന്നോ ജോലി കളയാൻ പോവാണ്? ഇല്ല, അങ്ങനെ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ തീരുമാനം. നിങ്ങൾ പൊതുവെ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോൺ ചെയ്യും, അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു? ഇല്ല, ഫോൺ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. സ്കൈപ്പിലൂടെയാണ് കൂടുതലും അന്ന് ബന്ധപ്പെട്ടിരുന്നത്. ഫോൺ ചെയ്യാനൊന്നും ആള് സമ്മതിക്കില്ല. ഹസ്ബൻഡ് പറയും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൈപ്പ് ഒക്കെ വന്നപ്പോൾ സ്കൈപ്പിലൂടെയാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉമ്മാനെ അറിയിച്ചിരുന്നത്. അതുവരെ ഉമ്മാനെ അറിയിക്കാൻ പോലും. ഉമ്മയുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ? ഞാൻ എല്ലാം ഒന്നും അടുത്ത് പറയില്ല, പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ അടുത്ത് പറയുന്നുള്ളൂ. കാരണം ഉമ്മ വിളിച്ചാലും ഉമ്മക്ക് പറയാനുള്ളത് ഉപ്പാടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയാനുള്ളത്. അതിനേക്കാൾ വലിയ വിഷയം അപ്പുറം ഇങ്ങോട്ട് പറയാനുണ്ട്. അതെ, പറയാനുണ്ടായിരുന്നു. ഞാൻ എന്റെ വിഷമങ്ങൾ പലപ്പോഴും ഒതുക്കി വെക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. രണ്ടാമത്തെ മോൻ ഞാൻ പ്രസവിച്ചൊരു 28 ദിവസമൊക്കെ ആയ സമയത്ത് എന്റെ മൂത്ത മോൾക്ക് ഒരു ഇൻഫെക്ഷൻ ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഞാൻ മരുന്ന് കൊടുക്കാനായിട്ടൊന്ന് ഏൽപ്പിച്ചു. ഞാൻ അധികമൊന്നും മരുന്ന് കൊടുക്കാനായിട്ട് ആളെ ഞാൻ ഏൽപ്പിക്കാറില്ല. കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാറ്, ഫുൾ ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങളായാലും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. ഇവൻ ജോലിക്ക് പോകുന്ന സമയത്തായപ്പോലും ജോലി കഴിഞ്ഞ ശേഷം ഇതെല്ലാം വന്ന് ചെയ്യുന്ന ഒരു പതിവായിരുന്നു. ആളോട് ഞാൻ മരുന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഈ 5 വയസ്സുള്ള മകളെ ആള് കഴുത്തിന് പിടിച്ചിട്ട് പൊക്കി നിൽക്കുന്നതാണ്. ആൾക്ക് ഏകദേശം 6 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പൊ ആള് മകളെ കഴുത്തിന് പിടിച്ച് പൊക്കി നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാഴ്ച കാണുമ്പോൾ മോള് കാല് കടന്ന് പിടയ്ക്കുന്നുണ്ട്. കഴുത്തിങ്ങനെ പിടിച്ചിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കഴുത്തിങ്ങനെ പിടിച്ചിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇക്കാന്ന് വിളിച്ച് കരഞ്ഞു. ഞാൻ പ്രസവിച്ച് 28 ദിവസമായിട്ടുള്ള എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും അപ്പൊ ഞാൻ കരഞ്ഞപ്പോഴേക്കും ആള് കുട്ടീനെ നിലത്തേക്ക് ഇട്ടു. മോള് തലയടിച്ചിട്ടാണ് ഈ സോഫയിലേക്ക് വീഴുന്നത്. കഴുത്തും തലയടിച്ചിട്ടാണ് വീഴുന്നത്. മോൾക്ക് ഇപ്പോഴും ചെവിക്കതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവമൊക്കെയാണ് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഉമ്മ എന്റെ അടുത്ത് വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞത്, എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഈ രീതിയിലൊക്കെയാണ് ഉമ്മ സംസാരിച്ചത്. അല്ലാതെ അതിനൊരു പ്രതിവിധി ഒന്നും ഉമ്മ താങ്കൾ പറയുന്ന പോലെ ഉമ്മ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതില്? ഇയാളിങ്ങനെ ഒരു മനുഷ്യനാണ്. എന്റെ മകളെ പോലും ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഉമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നത് അവർക്ക് സാമ്പത്തികം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും എന്നെ അവിടെ നിന്നും ഒഴിവാക്കിയിട്ട് അവർക്ക് എനിക്കൊരു തുണ തരാമായിരുന്നു. ഈ ഇത്രയും ഒരു വേഴ്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് പകരം അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഈ സംഭാഷണങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളും കുറെ കൂടെ അകന്നുപോയി അല്ലേ? ഉമ്മയും ഉപ്പയുമായിട്ടൊക്കെ ഒരുപാട് അകന്നുപോയി. ഭർത്താവിനോട് ഈ പ്രശ്നങ്ങൾ പറയാൻ പറ്റത്തില്ല. പിന്നെ ആരോട് പറയും? ആരുമില്ല പറയാൻ. ദൈവത്തിനോട് മാത്രം എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും നമുക്ക് പറഞ്ഞൊന്നും അത് വിശ്വസിക്കില്ല. കാരണം അവരുടെ മുന്നിലൊക്കെ ഈ ഭർത്താവ് വളരെ മാന്യനാണ്. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് ഇദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ കുറെ കാലം അവിടെ നിന്നോ അതോ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നു? കുറെ കാലം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്റെ അടുത്ത് ഓഫീസ് ജോബ് സമയത്ത് ഒരാൾ മോശമായിട്ട് എന്റെ അടുത്ത് പെരുമാറി. ആ പെരുമാറിയ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഭർത്താവിന്റെ അടുത്താണല്ലോ പോയി പറയാം. ആൾ എന്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ, എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വസ്ത്രം അഴിച്ച് കാണിച്ചാൽ മതി, ആള് പൊയ്ക്കോളും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ എന്തിനാണോ ആള് വന്നത് അത് കഴിഞ്ഞ ആള് പൊയ്ക്കോളും എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. വളരെ വിഷമം തോന്നി അങ്ങനത്തെ ഒരു സംസാരം കേട്ടപ്പോൾ. ഇത് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ മനസ്സ് വിഷമിപ്പിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പം ഈ സൗദി അറേബ്യ വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയത്? അതിനെന്തെങ്കിലും സംഭവം ഉണ്ടായോ? അത് ആളുടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ വന്നു. ആൾക്ക് ബിസിനസ്, ആളുടെ കഫീലുമായിട്ട് ആള് പ്രശ്നമായി. സൗദി അവിടുത്തെ ഒരു കഫീലുണ്ട്, സ്പോൺസറായിട്ട് പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത്. ഒന്നിച്ചാണ് പോകുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം ഞാനും മക്കളും കൂടെ നാട്ടിൽ സെറ്റിലായി. അതിനുശേഷം ആള് ഇടയ്ക്ക് നാട്ടിൽ വന്നു പോകുമ്പോഴും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലായിരുന്നു ആളുടെ പതിവ്. അത് കുട്ടികളെ മോനെ പ്രസവിച്ചിട്ട് 2 മാസമൊക്കെ ആയിരിക്കുമ്പോൾ എന്റെ ഒരു കുറച്ച് പൈസ ഞാൻ ആളുടെ ബന്ധുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആളോട് തിരിച്ച് ചോദിച്ചു, എന്റെ രീതിക്ക് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി തിരിച്ച് ചോദിച്ചപ്പം ആളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് അങ്ങനെ തന്നെ മോന്റെ തലയുടെ മുകളിലേക്ക് എറിഞ്ഞത്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് രണ്ടാമത്തെ കുഞ്ഞ് അന്ന് രക്ഷപ്പെട്ടത്. കാരണം ആ തലയിലേക്ക് തറച്ചു കയറിയിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടം ഉണ്ടായിരുന്നു. അതിന്ന് രക്ഷപ്പെട്ടതും എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബി കെയർഫുൾ. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഒരു സ്റ്റിൽ കാണിച്ചു തരാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അഭിനേതാവും സംവിധായകനുമായ ഏത് വ്യക്തിയാണ് സൈനിക പരിശീലനത്തിലുള്ള ഈ അക്കാദമി നടത്തുന്നത്? ഓപ്ഷൻ എ ലാൽ, ഓപ്ഷൻ ബി രാജസേനൻ, ഓപ്ഷൻ സി രഞ്ജിത്ത്, ഓപ്ഷൻ ഡി മേജർ രവി. ഓപ്ഷൻ ഡി മേജർ രവി. മേജർ രവി ആയിരിക്കുമോ? അഭിനേതാവും സംവിധായകനുമാണ്. സൈനിക പരിശീലനം എന്നുള്ളത് കണ്ടപ്പം പിന്നെ ഒരു എംബ്ലം കണ്ടപ്പോഴും തോന്നിയൊരു ചിന്ത. ഓക്കെ, അപ്പൊ മേജർ രവി പൂട്ടാമോ? മേജർ രവി പൂട്ടാ അത്ര പാടാ, അത്ര എളുപ്പമല്ല. അപ്പൊ ഇവിടെ പൂട്ടിയാലോ? മേജർ രവി ഓപ്ഷൻ പൂട്ടാം. അപ്പൊ ഞാൻ പൂട്ടുന്നു. അറിയുഷ്വർ? യെസ് സർ. ഞാൻ പൂട്ടുന്നു. ജയിച്ചാൽ 1.5 ലക്ഷം രൂപയാണ്. തോറ്റാൽ താങ്കൾക്ക് 4000 രൂപ കൊണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങേണ്ടി വരും. ഇപ്പൊ ഹാർട്ടിന്റെ ബീറ്റ് എങ്ങനെയുണ്ട്? ഇടിക്കുന്നുണ്ടോ? കാര്യമായിട്ട് ഇടിക്കുന്നുണ്ട്? ഒന്ന് ചെക്ക് ചെയ്താലോ കുട്ടേട്ടാ?
113. വലിയ കുഴപ്പമില്ല, എന്നാലും ചില്ലറ കൂടുതലാണ് കാര്യം സ്ഥാനം. അപ്പൊ മേജർ രവി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ കൂട്ടുന്നില്ല. നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റായി ഭവിക്കുന്നു എന്ന് പറയുന്നില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മുടെ അദ്ദേഹം സൈനികനായിരുന്നു. നിങ്ങൾക്കറിയാം, മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാള സാന്നിധ്യമാണ് എല്ലാ അർത്ഥത്തിലും, ജീവിതത്തിലും സിനിമയിലും. അപ്പൊ അദ്ദേഹമാണ്. കുട്ടേട്ടാ, എനിക്ക് മറ്റൊരു കാര്യം സജനയോട് ചോദിക്കാനുണ്ട്. പറയൂട്ടേ. താങ്കൾ എറണാകുളം ജില്ലയുടെയും തൃശൂർ ജില്ലയുടെയും ബോർഡറായിട്ടുള്ള മാലിങ്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കോളേജിലാണ് താങ്കൾ പഠിച്ചത്, ശരിയല്ലേ? പ്രീ ഡിഗ്രി അവിടെയാണ് പഠിച്ചത്. ഈ സമയത്ത് എല്ലാ ആഴ്ചയുടെയും അവസാന ദിവസങ്ങളിൽ താങ്കൾക്ക് ഒരു പ്രത്യേക തരം തലവേദന വന്ന് താങ്കൾ വീട്ടിലേക്ക് പോകും. എല്ലാ ആഴ്ചയിലും എങ്ങനെയാണ് കൃത്യമായിട്ട് താങ്കൾക്ക് തലവേദന വരുന്നത്? എന്തായിരുന്നു അങ്ങനെ തലവേദന വന്നിരുന്നു? തലവേദനയായിട്ടല്ല പോയത്, അത് പറഞ്ഞ കള്ളം പറഞ്ഞതാണ്. എല്ലാ ആഴ്ചയും ഈ കള്ളം പറയുമായിരുന്നു? എല്ലാ ആഴ്ചയിലും ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ഉള്ള ആഴ്ചകളിൽ കള്ളം പറയുമായിരുന്നു. ഹിന്ദി ടീച്ചറോടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ടീച്ചറോട് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കുഞ്ചാക്കോ ബോബനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഭയങ്കര അതെ. അപ്പം ഇപ്പോഴും ഇഷ്ടമാണോ? ഇപ്പൊ രാമന്റെ ഏതന്തോട്ടം സിനിമ കണ്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ആ ഒരു അപ്പോ കുഞ്ചാക്കോവന്റെ സോങ്സ് വരുമ്പോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളായിരുന്നു തോന്നുന്നു, പ്രത്യേക ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാംസിൽ ചാക്കോച്ചന്റെ കുറെ സോങ്സ് വരുമായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ തലവേദന എന്നാണല്ലോ പറയാൻ പറ്റുക, ഒരു പെട്ടെന്ന് പറയാൻ പറ്റുന്ന വേദന തലവേദനയാണല്ലോ. ആ സമയത്ത് ക്ലാസ് അവസാനിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരുന്നുണ്ട്, അത് ആഴ്ചയിൽ ഇന്ന ദിവസങ്ങളിലാണ് വരുന്നത്, അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, തല ഒന്ന് സ്കാൻ ചെയ്യണം, നല്ലതായിരിക്കും, എന്തോ ഒരു മാരകമായ രോഗം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഉമ്മാനോട് ഞാൻ പറയുന്ന ക്ലാസ് ഇല്ല എന്നാണ് പറയുന്നത്. ടീച്ചറോട് തലേക്കറി ഞാൻ ഇറക്കി വിട്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അതെ, ഞാൻ ഫോൺ വിളിക്കുമായിരുന്നു. ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ആരെങ്കിലും ഫോൺ എടുക്കുമ്പോഴേക്കും കട്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സംസാരിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ചാക്കോച്ചൻ ആള് വളരെ നൈസായിട്ടുള്ള ഒരാളാണ്. സിനിമയുടെ ജാടകളൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു നടനാണ്. അങ്ങനെ കുറെ ആൾക്കാർ നമുക്കുണ്ട്, അതിലൊരാൾ ചാക്കോച്ചനാണ്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 60,000 രൂപയുടെ ചോദ്യം, 60,000. താങ്കൾ അങ്ങോട്ട് നോക്കിക്കോളൂ. താങ്കളെ ഒരു വീഡിയോ കാണിച്ചു തരികയാണ്. ഇപ്പൊ സിനിമ പ്രണയമൊക്കെ ഉണ്ടല്ലോ, എന്തായാലും കണ്ടോളൂ. പ്ലേ. ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ദാമൻ ആൻഡ് ദിയു, ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ, ഓപ്ഷൻ ഡി ലഡാക്ക്. ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. പോണെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണോ? ആഗ്രഹമുണ്ട്, യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാര്യം. അപ്പൊ ലക്ഷദ്വീപ് പൂട്ടാമോ? പൂട്ടാം. ഉറപ്പാണോ? ആത്മവിശ്വാസം ഉണ്ടോ? യെസ് സർ. ഓക്കെ ആണോ? യെസ്. പൂട്ടിയിരിക്കുന്നു. ലക്ഷദ്വീപ് പൂട്ടി. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൽ ചാടേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലക്ഷദ്വീപ് പൂട്ടി. 60,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഇപ്പോൾ വിജയിച്ചാൽ 60,000 കൈ കിട്ടുന്ന ക്യാഷ് ഞാൻ എടുത്ത് കൈ തരും. തെറ്റിയാൽ 5,000 രൂപ കൊണ്ട് മടങ്ങിപ്പോവും, അല്ലേ? ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാം തരം തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് താങ്കളുടെ കഥ കേട്ടതിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. ഉത്തരം ശരിയാണ്. അപ്പോ ലക്ഷദ്വീപാണ് ശരി ഉത്തരം. 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 70,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ കയറി വരൂ. ചോദ്യം ഇതാണ്, 70,000 രൂപയുടെ ചോദ്യമാണ്. ഏത് ആയോധന കലയിലെ വിവിധ തരം സ്റ്റൈലുകളാണ് ഷിറ്റോറിയു, ഷോട്ടോകാൻ, ഉച്ചിറിയു, ക്യോക്യുഷിൻ എന്നിവ? ഓപ്ഷൻ എ കളരിപ്പയറ്റ്, ഓപ്ഷൻ ബി കരാട്ടെ, ഓപ്ഷൻ സി മല്ലയുദ്ധം, ഓപ്ഷൻ ഡി ജൂഡോ. ഷിറ്റോറിയു, ഷോട്ടോകാൻ, ഉച്ചിറിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും താങ്കളുടെ മനസ്സിൽ ചാടിക്കേറി വരുന്നത്? രണ്ടെണ്ണം വരുന്നുണ്ട്. കളരിപ്പയറ്റ് മല്ലയുദ്ധം അല്ല, എന്തായാലും ബിയോർഡി ആണ് വരാൻ സാധ്യത. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുമെന്ന് നോക്കൂ. എല്ലാം താങ്കള് വളരെ ജീവിതം ഒരു പോരാട്ടമായി എടുത്ത ആളല്ലേ? ഓപ്ഷൻ ബി കരാട്ടെ. താങ്കൾ കരാട്ടെ ജൂഡിയോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കുട്ടികൾ കരാട്ടെ പഠിച്ചപ്പോൾ? കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. എന്തിനാ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്നത്? അവർക്കൊരു സ്വയം സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് പഠിപ്പിച്ചു. താങ്കൾക്ക് ഏത് ആവശ്യം?
എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഞാനിപ്പോ ഇതൊക്കെ പഠിക്കാൻ പോയി ചിലപ്പം ഈ പ്രായത്തിലല്ലേ പഠിക്കേണ്ടത്, എന്നാലല്ലേ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ പറ്റും. സെൽഫ് ഡിഫെൻസ്. ഓക്കെ, അപ്പൊ ഏതാ പൂട്ടേണ്ടത്? ഓപ്ഷൻ ബി കരാട്ടെ. ഞാൻ പൂട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞ ഈ ഉത്തരം ശരിയായിരിക്കുമോ? കരാട്ടിലല്ല. അയ്യോ, ഞാൻ പൂട്ടി വെക്കുകയും ചെയ്തു കരാട്ടെ അല്ലെന്ന് പറയുന്നു. അപ്പൊ നീ കരാട്ടെ പഠിച്ചപ്പോ കേട്ടിട്ടില്ലല്ലോ. യു ആർ കറക്റ്റ്. കരാട്ടെ പഠിക്കുന്ന മകൻ പറയുന്നു ഇതല്ല, കരാട്ടെ അല്ല എന്റെ ഉത്തരം എന്ന്. കരാട്ടെ പഠിക്കാത്ത താങ്കൾ പറയുന്നു കരാട്ടെയാണ് ഉത്തരം എന്ന്. അപ്പൊ എന്തായിരിക്കും? നമ്മളെന്തായാലും പൂട്ടിയല്ലേ? നമ്മൾ പൂട്ടി. അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ തുറക്കട്ടോ? ഈ സാധാരണ ഗതിയിൽ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിലേക്ക് വിടും. അപ്പൊ വിശ്വാസിയാണല്ലോ. അപ്പൊ വിളിച്ചോളൂ. വിളി കേട്ടാൽ ചിലപ്പോൾ ഉത്തരം ശരിയാവും, വിളി കേട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റും. അപ്പൊ ഓപ്ഷൻ ബി, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം ശരിയാണ്. എടേ കരാട്ടെ പഠിച്ച മോനെ, 70,000 രൂപ കൈ കിട്ടി. താങ്ക് യു മോനെ. കേട്ടോ, ഇനി മറന്നു പോകരുത് കേട്ടോ. 2 കാര്യം. ഒന്ന്, ഈ കരാട്ടെ പഠിക്കുന്ന കാര്യം പുറത്തു പറയരുത്, അഥവാ പറഞ്ഞാൽ അല്ലേ. ഓക്കെ, അപ്പൊ 70,000 രൂപ കൈ കിട്ടി. പൊതുവെ ഈ സജ്നയോട് ഭർത്താവിന് താല്പര്യവും സ്നേഹവും കുറഞ്ഞു എന്നുള്ളത് ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ സാധാരണ കേട്ട് കേൾവിയുള്ള കാര്യം. എന്നാൽ കുട്ടികളോടും വാത്സല്യം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ യാഥാർത്ഥ്യം അതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവരെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്, അഭിനയിക്കാറുണ്ട്. പറഞ്ഞ പോലെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചിട്ടും അല്ലെങ്കിൽ നാട്ടുകാരെ മുന്നിൽ വെച്ചിട്ടൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അവരെ ബൈക്കിലെടുത്ത് കൊണ്ടുപോകും, ബൈക്കിലെടുത്ത് കൊണ്ടുപോകും, കാറിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് തരും, കാറ് തരും, ഞങ്ങളെ ട്രിപ്പിനൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകും. പക്ഷെ അതേ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ വീടിന്റെ കരടക്കില്ല, കറണ്ട് ബില്ല് അടക്കില്ല, വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കില്ല, വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ തരില്ല, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കില്ല. ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കാല് പിടിപ്പിച്ച് കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഒരു കാര്യം, അതേ ഇവിടെ ഇല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയാ. അദ്ദേഹത്തിന്റെ സൈഡ് പറയാനോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംരക്ഷിച്ച് പറയാനോ പ്രതിരോധിക്കാനോ ആരുമില്ല. അപ്പൊ താങ്കൾ ഉത്തമ ബോധ്യത്തോടെയാണല്ലോ ഇത് പറയുന്നത്. തീർച്ചയായും താങ്കളെ മാത്രം വിശ്വസിക്കാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ തെളിവുകളുണ്ട്. അതായത് തെളിവുകളല്ല ഞാൻ ചോദിക്കുന്നത്, മനസാക്ഷിയുടെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ താങ്കൾ ശരിയാണ്. പൂർണ്ണമായും അത് സത്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ വാക്കുകളെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷം സാർ. എന്നിട്ട് അങ്ങനെ ആളിങ്ങനെ നമുക്ക് അത് പറഞ്ഞ് വിശ്വസിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും വേദനയുമാണ്. അത് മറ്റുള്ളവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി വരുന്ന തലമുറയിലെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങളും തീർച്ചയായിട്ടും തകർച്ചയുടെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തിനെയോ എൻ്റെ പാരൻസിനെയോ കരിവാരി തേക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിഷമം പറഞ്ഞാൽ തന്നെ ഭർത്താവിന്റെ ആൾക്കാരെയും പറയാം. പക്ഷെ ഭർത്താവിന്റെ മുമ്പ് ഞങ്ങളുടെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ അവസ്ഥ എങ്ങനെ? ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് അല്ല, സെപ്പറേറ്റഡ് ആണ്. ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേസിലാണോ? അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്പറേറ്റഡ് ആണ്. അതെ, തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഒരു റീതിങ്കിങ് ഉണ്ടോ? കാരണം സാറിന് ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേ അവർ ചോദിക്കുമല്ലോ, ഒന്നിച്ചു പോകാൻ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഈ പറഞ്ഞൊരു ഡിസോർഡർ, ആ ഡിസോർഡറിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. അതായത് മക്കളെ ഉപദ്രവിക്കൽ പലവട്ടം തുടങ്ങി ശാരീരികമായിട്ട്. മോന് പ്രാവശ്യം ക്ലാസ്സിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് മോനെ ചവിട്ടി നിലത്തിക്കിട്ടാണ് ചെയ്തത്. അത് അപ്പുറത്തെ വീട്ടുകാർ മുകളിൽ നിന്ന് കാണുകയും ചെയ്തു. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പല അവസരങ്ങളിലും മക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മോനെ 2 മക്കളെയും കാറിൽ വെച്ചിട്ട് ആൾ ഇടിക്കുമ്പോൾ ഞാൻ ചോദിച്ച കാരണം പറഞ്ഞത്, മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളുടെ കൈ ആളുടെ തലയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞത്. ആ ഒരു കാരണത്തിനൊക്കെയാണ് മക്കളെ ഒരു ഗുണ്ട ഇടിക്കുന്ന പോലെ പുള്ളി ഇടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിലും പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഫീസ് അടക്കാതെയും അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടക്കാതെയൊക്കെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ മകള് വലുതായി വന്നതോടുകൂടി അവളുടെ അടുത്ത് കുറച്ച് മോശമായിട്ട് ആള് സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അതിൽ സംസാരം ഉണ്ടായപ്പോൾ ഞാൻ ആളോട് ചോദ്യം ചെയ്തു. ആ സംസാരത്തിൽ ആളെന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് മൂക്കിന്ന് ചോര വന്നു. അപ്പൊ ഞാൻ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ അടുത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. അന്ന് സൗദിയിലായിരുന്നു. സൗദിയിൽ വെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തകരോട് സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകർ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ പറഞ്ഞ കല്യാണം നിശ്ചയിച്ച സമയത്ത് ഞങ്ങള് എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചു പോയ ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞത് തൊട്ട് മോളോട് മോശമായിട്ട് പെരുമാറിയത് വരെയുള്ള കാര്യങ്ങൾ, മോൾ എടുത്തെറിഞ്ഞത് വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആളൊന്നും നിഷേധിച്ചില്ല. ആള് പറഞ്ഞത് ഇതൊക്കെ അവള് പറഞ്ഞല്ലേ എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് ഞാൻ എൻ്റെ ബന്ധുക്കൾ 2 പേരോട് പറഞ്ഞു. ഈ ബന്ധുക്കൾ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചതും ആ ഒരു വഴിക്ക് പോയി. അതിൽ കൂടാതെയാണ് ഈ മീഡിയേറ്ററോട് ഞാൻ സംസാരിച്ചത്. മീഡിയേറ്റർ ചോദിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആൾക്ക് അയച്ചു കൊടുത്തൊരു വാട്സപ്പ് മെസ്സേജ് ആയിരുന്നു, വാട്സപ്പ് ഫോട്ടോ ആയിരുന്നു. അത് ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി പാഡിന്റെ ഫോട്ടോയാണ്. അതൊരിക്കലും ഒരു ഭർത്താവും ഒരു ഭാര്യയുടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാണിച്ചു കൊടുക്കുകയുമില്ല.
അങ്ങനെ ചെയ്തപ്പം മീഡിയേറ്റർ ആയിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറായിട്ട് സംസാരിക്കണം, ഇത് പക്ക അബ്നോർമൽ ആണെന്ന് പറഞ്ഞു. നോർമൽ ആയിട്ടുള്ള ഒരാളും ചെയ്യില്ല ഈ പ്രവൃത്തി എന്ന് പറഞ്ഞു. ആളിപ്പോഴും ഈ ഒരു ഫോട്ടോ മൊബൈലിൽ വെച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തെളിവ് എന്നുള്ളതിനേക്കാൾ ഉപരി ചെയ്ത പ്രവൃത്തി എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് വളരെ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാളുടെ കൂടെയാണ്. അത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് അതിന് പറയുക. അത് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ ഡിവോഴ്സായിട്ട് ആളെ വിട്ടു പോയതുകൊണ്ട് ആൾക്കുണ്ടായിട്ടുള്ള ട്രോമ ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് അതിൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്, ഓവർകം ചെയ്യുന്നത്. ഒപ്പം ആൾക്ക് ബൈപ്പോളാറും സാഡിസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇവർക്കറിയില്ല. ഇവരെ സംബന്ധിച്ചിട്ട് ഇവരനുഭവിച്ചിട്ടുള്ള ട്രോമ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഭാര്യയിലും മക്കളിലും അടിച്ചേൽപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ആൾ സന്തോഷം കണ്ടെത്തുന്നത്. ഓക്കെ, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ താങ്കൾ പിന്നീട് എന്താ ചെയ്ത്, ഡിവോഴ്സിന് ശ്രമിച്ചോ? ഇല്ല, ഞാൻ ആദ്യം ശ്രമിച്ചത് ആളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഡോക്ടേഴ്സ് പറഞ്ഞു ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇമോഷണൽ ഫീലിംഗ്സ് ഇല്ല ഇവർക്ക്. ദേഷ്യം കുറച്ച് കുറക്കാൻ പറ്റും, പക്ഷെ അപ്പോഴും നല്ലൊരു കുടുംബജീവിതം അവിടെ ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും വിട്ടിട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രോമ ഒരു പകയായിട്ട് വെച്ച് ഞങ്ങളോട് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ഷോയിൽ ഉൾപ്പെടെ ഞാൻ പറയുമ്പോൾ ഞങ്ങളോട് ഉണ്ടാകാൻ പോകുന്ന പക അതിലും ഭീകരമായിരിക്കും. അപ്പോൾ അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞങ്ങളോടത് കാണിക്കാൻ പോകുന്നത്. അത് പല രീതിയിലേക്ക് ഞങ്ങളിലേക്ക് എത്തുന്നു പറഞ്ഞതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒരു ഫലത്തിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അതായത് സ്വയം വരുത്തുന്നതാണ്. അത് നമുക്ക് ഒരു മരുന്ന് കൊണ്ടും തീർക്കാൻ പറ്റില്ല. കൗൺസിലിംഗ് വഴി നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോഴും ഈ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് ആ ഒരു ലൈഫിലേക്ക് പോകാതിരിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം അഭിപ്രായപ്പെട്ടത്. ഈ മകളോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞല്ലോ, അതിന് വല്ല കേസോ നിയമപരമായ വഴിയോ തേടിയോ? അതെല്ലാം നിയമപരമായിട്ട് പോകുന്നുണ്ട്. ജീവിതം ദുസ്സഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. മോണിറ്റർ കടന്നു വരൂ. താങ്കൾക്ക് ഇനി ഞാനൊരു സ്റ്റില്ല് കാണിച്ചു തരാം, അങ്ങോട്ട് LED ഒന്ന് നോക്കിക്കോളൂ. ഇരിങ്ങാലക്കുട MLA കൂടിയായ ഏത് മന്ത്രിയാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നളചരിതം കഥകളി അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ജെ ചിഞ്ചുറാണി, ഓപ്ഷൻ ബി ആർ ബിന്ദു, ഓപ്ഷൻ സി വീണ ജോർജ്, ഓപ്ഷൻ ഡി കെ ശൈലജ. കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇല്ല. ഓപ്ഷൻ ബി ആർ ബിന്ദു. പൂട്ടാം. പൂട്ടി 3 തവണ പൂട്ടി, ഒരു തവണയല്ല. ഡോക്ടർ ആർ ബിന്ദു, ഇരിങ്ങാലക്കുട MLAയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ. എന്ത് പറയുന്നു? സാമൂഹ്യ പ്രവർത്തകനാണല്ലോ, ഇത്രയും ശരിയായിരിക്കുമോ? അപ്പോ ഓപ്ഷൻ ബി ഡോക്ടർ ആർ ബിന്ദു, താങ്കൾ പറഞ്ഞ ഉത്തരം 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. അതും കൂടെ കടന്നായിരുന്ന 1 ലക്ഷത്തിലേക്ക് നമ്മൾ കടന്നുപോയതിന്. അപ്പോ ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ കൂടിയാട്ടോ, തൃശ്ശൂർ കേരളമ്മ കോളേജിലെ അധ്യാപിക കൂടിയായിരുന്നു ഡോക്ടർ ആർ ബിന്ദു. അപ്പോൾ ആ ടീച്ചറെ ഈ കാര്യത്തിലേക്ക് വലിച്ചഴിച്ചത് വലിയ കഷ്ടമായി പോയി. എന്നാലും ടീച്ചർക്ക് ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു നളചരിതം. താങ്കൾ പറഞ്ഞ ഉത്തരം, ഐ എം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകുന്നു. അത് സാക്ഷാൽ ഡോക്ടർ ആർ ബിന്ദുവാണ്. വളരെ അറിയപ്പെട്ട ഒരു കഥകളി ആർട്ടിസ്റ്റ് കൂടിയാണ് ഡോക്ടർ ആർ ബിന്ദു. എനിക്കൊന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ മന്ത്രിയായിട്ട് ഇങ്ങനെ വാഴുന്നു. ഓക്കെ, തൃശ്ശൂർ കേരളമ്മ കോളേജിൽ ആക്ടിംഗ് പ്രിൻസിപ്പൽ വരെ ആയിരുന്നു. ഓക്കെ, അപ്പൊ 80,000 രൂപ കൈ കിട്ടിയിരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ 40,000 കയ്യിലുണ്ട്, 40,000 കൂടെ ഞാൻ എടുത്തു തരുന്നു. അപ്പൊ ഇതാ വാങ്ങിച്ചോളൂ. ഓക്കെ, അപ്പൊ 40,000 രൂപയുണ്ട്. ഓക്കെ, ഐശ്വര്യമായിട്ട് 40 രൂപ വയ്ക്കുക. അപ്പൊ 40, 80. അപ്പൊ ഇനിയാണ് നമ്മുടെ കളി നടക്കാൻ പോകുന്നത്. അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നു. 1 ലക്ഷം രൂപയുടെ മത്സരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കുട്ടേട്ടാ, ലെവൽ 3. ഇപ്പം താങ്കളെ പറ്റ ഉമ്മയാണ്, സ്വന്തം ഉമ്മയാണ്. അപ്പൊ ഉമ്മയുടെ ഭാഗത്ത് ചിലപ്പം പ്രായമൊക്കെ ആയി, ഉപ്പയ്ക്കും പ്രായമായില്ലേ? അപ്പോ പ്രായമായ ഉമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ താങ്കൾക്കുണ്ടോ? ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ അടുത്ത് സൈനൊക്കെ ചോദിച്ചു മാപ്പ് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമ ചോദിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. എന്താണ് ഞാൻ പറയാൻ എന്താ ഉള്ളത്? ആ ക്യാമറ നോക്കി ഒന്ന് പറഞ്ഞു.
എനിക്ക് എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും സ്നേഹവും സംരക്ഷണവും സമാധാനം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ അധികം സ്നേഹിക്കില്ലായിരിക്കാം. പക്ഷേ എനിക്കിപ്പം അവരുടെ ഒരു സ്നേഹമൊന്നും കിട്ടാത്തത് കൊണ്ട്, അവരുടെ സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിനെ, മീഡിയയെ ഞാൻ സ്നേഹിക്കുന്നത്. മാത്രമല്ല എൻ്റെ ഉമ്മാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് ഞാൻ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം. ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചതോ, ആളെ എന്നെ പീഡിപ്പിച്ചപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞതോ, സമൂഹത്തിനോട് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്ക് ആ തെറ്റെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇതാണ് ഉമ്മയോടും ഉപ്പയോടും പറയാനുള്ളത് അല്ലേ? അപ്പോ ഉമ്മ ഒരുപക്ഷെ ഈ താങ്കളുടെ ഈ വചനങ്ങൾ, ഈ വാക്കുകൾ ഏറ്റെടുത്തിട്ട് താങ്കളുടെ മാപ്പ് സ്വീകരിച്ച് താങ്കളുടെ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ചു പോവോ എന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? പ്രേക്ഷകർക്ക് ആ സംശയം ഉണ്ടാകും. അത് ഞാൻ പറയാം. ഉമ്മയും വാപ്പയായിട്ട് ഇനി പഴയ പോലെ ഒരു ഒന്നിച്ചു പോലും ഉണ്ടാവില്ല. കാരണം അവര് നമുക്കൊരു ഇത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ തുണയായിട്ടുണ്ടാവും. അത് ഞാനൊരു മകളായതുകൊണ്ടും അവരുടെ മാതാപിതാക്കളായതുകൊണ്ടും ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് വരികയാണ് സജന. അപ്പോൾ റെഡിയാണല്ലോ? നമ്മളിനി മത്സരം കുറച്ചുകൂടി കടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം 1,100,000 റുപ്പീസിലേക്ക് പോകുന്നു. മോണിറ്റർ വേളിലേക്ക് വരികയാണ്. മോണിറ്റർ ചോദ്യം ഇതാണ്: സിദ്ദിഖ് ലാൽ ദ്വയത്തിൽ നിന്ന് വേർപെട്ട ശേഷം സിദ്ദിഖ് ആദ്യമായി ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത സിനിമ ഏതായിരുന്നു? ഓപ്ഷൻ എ ഫ്രണ്ട്സ്, ഓപ്ഷൻ ബി കാബുളിവാല, ഓപ്ഷൻ സി ഹിറ്റ്ലർ, ഓപ്ഷൻ ഡി ഗോഡ്ഫാദർ. സിദ്ദിഖിന്റെ സ്വന്തം സംവിധാനത്തിൽ വന്ന സിനിമ. തെറ്റിയാൽ 8,000 രൂപയിലേക്ക് പോകേണ്ടി വരും. പിന്മാറിയാൽ 40,000 രൂപ കിട്ടും. വളരെ സൂക്ഷിക്കണം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഏതായിരിക്കാം? സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ കാണാറില്ല. ഇത് പഴയ സിനിമകളാണല്ലോ. ഇതെല്ലാം പഴയ സിനിമയാണ്. ഇറങ്ങിയിട്ട് ഒത്തിരി കൊല്ലമായി. സമയം ആരെയും കാത്തു നിൽക്കത്തില്ല. ടൈം ഈസ് മോസ്റ്റ് പ്രഷ്യസ് തിങ്. പിടിവള്ളി വേണം. കുട്ടേട്ടാ, പിടിവള്ളി പിടിച്ചോളൂ. സജന താങ്കൾക്ക് 3 ഓപ്ഷൻ പറഞ്ഞു തരും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി കാബൂളിവാല, സി ഹിറ്റ്ലർ, ഡി ഗോഡ്ഫാദർ. കുഴപ്പമെന്താ വെച്ചാൽ 1 ലക്ഷം ആയി കഴിഞ്ഞാൽ പിന്നെ 3 ഓപ്ഷൻസ് ബാക്കിയാവും. ഒരെണ്ണം വായിച്ചളയും. കുട്ടേട്ടൻ പറഞ്ഞു തരും. ഒരെണ്ണം മാഞ്ഞു. ഇനി കാബൂളിവാലയുണ്ട്, ഹിറ്റ്ലർ ഉണ്ട്, ഗോഡ്ഫാദർ ഉണ്ട്. നെഞ്ചിടിപ്പ് കൂടുന്നോ? ഹാർട്ട് ബീറ്റ് നോക്കണോ? നമ്മുടെ ഹാർട്ട് അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ ഇപ്പോ, ഇല്ലേ? ഹാർട്ടുണ്ട്. അവർ നല്ല ഹൃദയമുള്ള ലേഡിയാണെന്ന് നമുക്കറിയാം. അപ്പോ ഒന്ന് ചെക്ക് ചെയ്യാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ടാ. എന്റെ അമ്മോ, 1, 2, 3 ആയി. ഇതിലേതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ താങ്കൾ? കണ്ടിട്ടുണ്ട്. ഈ 3 സിനിമ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ പോയി കണ്ടില്ല, പക്ഷെ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഈ 3 സിനിമ കണ്ടിട്ടുണ്ട്? 3 സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർമ്മിച്ച് നോക്കി എന്നൊക്കെയായിരിക്കും. ഓപ്ഷൻ സി ഹിറ്റ്ലർ. ഹിറ്റ്ലറാണ്. കൂട്ടട്ടോ ഞാൻ? കൂട്ടാം. എന്തായാലും വരാനുള്ളത് വഴി തങ്ങത്തില്ല. താങ്കളുടെ ജീവിതത്തിൽ വരാനുള്ളത് പലതും വഴി തങ്ങാതെ വന്നില്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഇനി ഇതും വഴി തങ്ങണ്ടെന്ന് നോക്കാം. കൂട്ടട്ടെ ഞാൻ? കൂട്ടാം. ഓപ്ഷൻ സി ഹിറ്റ്ലർ പൂട്ടിയിരിക്കുന്നു. ഇനിയുള്ള കളിയാണ് കളി. ഓക്കെ, എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ എന്ന് പറയാൻ കാര്യം? വീഡിയോ ഞാൻ കേട്ടതായിട്ടോ വായിച്ചതായിട്ടോ ഒരു ഓർമ്മ. ഈ സിനിമ ഓർമ്മയുണ്ട്? മമ്മൂക്ക മാധവൻകുട്ടിയുടെ വേഷം കെട്ടിയ സിനിമയാണ്. സിനിമ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇത് തന്നെ ആയിരിക്കുമോ? എന്തായാലും താങ്കളെ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ കേട്ടു. താങ്കളുടെ ജീവിത ദുരിതങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നു. അതൊക്കെ വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്കും. അപ്പോൾ താങ്കൾ അൺഫോർച്ചുനേറ്റ്ലി താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്നല്ല, ഉത്തരം ശരിയാണ്. പേടിച്ചു പോയായിരുന്നല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അതിവിടെ സാധാരണ ഉപയോഗിക്കുന്ന. ഇനി ഞാൻ മാറ്റി പിടിക്കാം. ഓപ്ഷൻ സി ഹിറ്റ്ലർ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയായിരുന്നു ഹിറ്റ്ലർ. ഇപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ഇനി നമുക്ക് 2 ലക്ഷത്തിലേക്ക് കടന്നാലോ? മോണിറ്റർ കേറി വാ. ചോദ്യം ഇതാണ്:
ആരുടെ പേരിലാണ് അയോധ്യയിലുള്ള വിമാനത്താവളം നാമകരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ വാത്മീകി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ലാൽ ബഹാദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000, പിൻവാങ്ങിയാൽ 50,000. ഒരു പിടിവള്ളി ബാക്കിയുണ്ട് കുട്ടേട്ടന്റെ. ഇപ്പൊ അയോധ്യ വളരെ ലൈം ലൈറ്റിലുള്ള സ്ഥലമാണ്, അറിയാമല്ലോ. അതെ, പിടിവള്ളി എടുക്കണോ? പിടിവള്ളി എടുക്കാം. കുട്ടേട്ടാ? യെസ് ബോസ്. സജന, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ വാത്മീകി, ബി ജവഹർലാൽ നെഹ്റു, സി ലാൽ ബഹദൂർ ശാസ്ത്രി. 3 ഓപ്ഷൻ ഉണ്ട്. വാത്മീകി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യം എന്തോ പൈസക്ക്? മോളുടെ ഫീസ് അടക്കണം അല്ലേ? ഏത് സ്കൂളിലാണ് ഫീസ് അടക്കാനുള്ളത്? മോള് കോളേജിലാണ്, സെന്റ് ജോസഫിലാണ് പഠിക്കുന്നത്. അപ്പൊ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുടയിലാണ് അല്ലേ? അപ്പൊ വളരെ ആലോചിച്ച് ഉത്തരം തെറ്റാത്ത രീതിയിൽ പറയൂ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ വാൽമീകി. കൂട്ടട്ടെ? ഓപ്ഷൻ എ വാൽമീകി. കൂട്ടട്ടോ? കൂട്ടാം. പൂട്ടി. എന്തുകൊണ്ട് വാത്മീകി? എന്തെങ്കിലും ആലോചിച്ച് എന്തെങ്കിലും ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ, അതോ ഒരു ഗസിംഗ് അങ്ങ് നടത്തിയതാണോ? അയോധ്യ ആയതുകൊണ്ട് ഒരു ബന്ധം സ്ഥാപിച്ചതാണ് അല്ലെ? അയോധ്യയിൽ നിന്ന് വാൽമീകിയിലേക്ക് ഉള്ള ദൂരം 2 ലക്ഷം രൂപ കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഓരോ കാര്യത്തിനൊരു തലയിലെഴുത്തുണ്ട്. മോഹൻലാൽ പറയുന്നല്ലേ, ഒരു സിനിമ അദ്ദേഹം അഭിനയിച്ച് ആ സിനിമ അവിടെ വീഴ്ചിട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ഈ മത്സരം അവസാനിപ്പിക്കാൻ സമയമായെങ്കിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓപ്ഷൻ എ വാത്മീകി എന്ന് പറഞ്ഞ ഉത്തരം സൈനുദ്ദീൻ ജി ശരിയായിരിക്കുമോ? മോനെ ശരിയായിരിക്കോടാ കൂട്ടാ? അറിയില്ല. കരാട്ടെ? ഓപ്ഷൻ എ വാത്മീകി താങ്കൾ പറഞ്ഞ ഉത്തരം ടെൻഷനായി അല്ലേ? എനിക്കും ടെൻഷനായി. കാര്യം നമ്മൾ ഈ അപ്രിയമായ സത്യം പറയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ അനുഭവിക്കുന്നതാണ്. ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്കളുടെ ഗസിംഗ് കറക്റ്റായിരുന്നു. ആ ഒരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും ആ പേരിന്. അടുത്ത കാലത്ത് ഇനാഗുറേറ്റ് ചെയ്ത ഈ വിമാനത്താവളത്തിന് വാത്മീകിയുടെ പേരിൽ തന്നെയാണ് ഇത് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയാണ് ഈ വിമാനത്താവളം ഓപ്പൺ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ TV കാണണം, പത്രം വായിക്കാൻ പറ്റില്ലെങ്കിൽ TV എങ്കിലും കാണണം, എന്നാലേ വാർത്ത അറിയൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള മത്സരവേദിയിലൊക്കെ പോയാൽ നമ്മൾ ആകെ കുഴ തിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ. ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളണം. ഏത് മൃഗത്തിന്റെ വാലിലെ രോമങ്ങൾ കൊണ്ടാണ് തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന വെഞ്ചാമരങ്ങൾ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ ധ്രുവകരടി, ഓപ്ഷൻ ബി യാക്ക്, ഓപ്ഷൻ സി കസ്തൂരിമാൻ, ഓപ്ഷൻ ഡി വരയാട്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 1 ലക്ഷം രൂപ. എത്ര രൂപയാ മകൾക്ക് ഫീസ് കൊടുക്കാനുള്ളത്? മകൾക്ക് ഇനി 1.5 ലക്ഷം കൂടെ കൊടുക്കണം അല്ലേ? അപ്പൊ 3 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഒരു പിടിവള്ളി ഇനി ബാക്കിയില്ല, എല്ലാം എടുത്തു. ഇനി വേണമെങ്കിൽ 2 ഉത്തരം എടുത്തിട്ട് മണീഷർ കളിക്കാം. പക്ഷെ അതോടെ മത്സരം അവസാനിക്കും. ഓപ്ഷൻ ബി കൂട്ടട്ടെ? ഓപ്ഷൻ ബി യാക്ക്. കൂട്ടട്ടെ? ഓക്കെ. അപ്പൊ താങ്കളുടെ ഫുൾ റിസ്കിലാണ്. ഞാൻ ഈ ഓപ്ഷൻ ബി പൂട്ടുന്നു. അപ്പോ ഇപ്പൊ എന്താ മനസ്സിലാലോചിക്കുന്നത്? ഒന്നും വരുന്നില്ല. ബ്ലാങ്ക് ആയോ? ഫുൾ ബ്ലാങ്ക് ആയി. അപ്പൊ ഈ ഉത്തരം റിസ്കി ആണ് എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ പൂട്ടി. ദാറ്റ് ഈസ് ഓവർ. അതിന്റെ കഥ കഴിഞ്ഞു. എന്റെ മനസ്സിൽ ഇപ്പം സെന്റ് ജോസഫ്സ് കോളേജ് ഉണ്ട്, ആ കോളേജിൽ പഠിക്കുന്ന മകളുണ്ട്, അവളുടെ ഫീസുണ്ട്, കുടിശ്ശികയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും സംഭവിക്കാനുള്ളത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന്
ഭഗവാൻ പണ്ട് പറഞ്ഞില്ലേ, സംഭവാമി യുഗേ യുഗേ. ഓക്കെ, സജ്ന 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ കൃത്യമായി തെറ്റിച്ചു എന്ന അഭിമാനത്തോടെ താങ്കൾ എന്റെ മുന്നിൽ നിൽക്കണ്ട. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം രൂപ കയ്യിലുണ്ട്. അപ്പൊ 1.5 ലക്ഷം രൂപയല്ലേ ഫീസ്? അപ്പൊ 3 ലക്ഷം രൂപ കൈ കിട്ടി. ഇനി കളിക്കുന്ന കളി സൂക്ഷിച്ച് കളിച്ചോളൂ, അല്ലെങ്കിൽ സെന്റ് ജോസഫ്സ് വരെ എത്തത്തില്ല. ഓക്കെ, ഇനിയിപ്പം 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 5 lakhs. സീരിയസ് കളിയാണ്. മത്സരം ടൈറ്റ് ആകുന്നു. അപ്പൊ ഇനി ഗസിംഗ് ഒക്കെ നടത്തിയാൽ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടോ. 5 ലക്ഷം രൂപ, 5 lakhs, 500,000 rupees-ന്റെ കരാട്ടെ റെഡി ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. ഹായ് മോണിറ്റർ കേറിവാ. അപ്പൊ ചോദ്യം ഇതാണ്: പറയിവറ്റ പന്തിരകുലത്തിലെ ഏത് വ്യക്തിയുടെ യഥാർത്ഥ നാമമാണ് പരമേശ്വരൻ? ഓപ്ഷൻ എ അകവൂർ ചാത്തൻ, ഓപ്ഷൻ ബി വള്ളവൻ, ഓപ്ഷൻ സി വടുതല നായർ, ഓപ്ഷൻ ഡി വായില്ല കുന്നിലപ്പൻ. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 5 ലക്ഷം രൂപയും കൈ കിട്ടും. ഞാൻ ഈ അലമാരിപ്പെട്ടിയിൽ നിന്ന് ബാക്കി പൈസ എടുത്ത് കൈ തരും. ഇപ്പൊ 80,000 ഇല്ലേ കയ്യിലുള്ളത്, 4,20,000 കൂടെ തരേണ്ടി വരും. ഓ എൻ്റെ അലമാരിപ്പെട്ടി. പിന്നെയും മത്സരം തുടരുമല്ലോ. തെറ്റിയാൽ 30,000 രൂപ കൊണ്ട് താങ്കൾക്ക് വീട്ടിൽ പോകേണ്ടി വരും. പിന്മാറിയാൽ 1.5 ലക്ഷം രൂപ കിട്ടും. അവൾക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസയാവും. അപ്പൊ വേഗം പറഞ്ഞോളൂ, നമുക്ക് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ബി ആണോ? അറിയാമെങ്കിൽ മാത്രമേ പറയൂ. റിസ്ക് എടുത്താൽ എനിക്ക് ഇതിനകത്തുള്ള ആകെ ഒരു സെന്റിമെന്റ്സ് ആ സെന്റ് ജോസഫ്സ് കോളേജാണ്. നിർദ്ദയനായി നിൽക്കാനേ ഒരു അവതാരകന് പറ്റുമെന്ന് താങ്കൾക്കറിയാം. ബുദ്ധിപരമായൊരു തീരുമാനം താങ്കൾ എടുക്കുക. പിന്മാറാം. ഓക്കെ, ഞാൻ പിന്മാറുന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. ഓക്കെ, താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് സജന താങ്കൾ പിന്മാറും. അപ്പൊ ഇപ്പൊ 1.5 ലക്ഷം രൂപ താങ്കളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഒരു ഉത്തരം പറയൂ. ഇനി റിസ്ക് ഇല്ല. സി വടുതല നായർ. സി, അത് കറക്റ്റ് ആയിരുന്നു. വടുതല നായരാണ് ശരിക്കും ഓപ്ഷൻ സി. എന്തായാലും 1.5 ശുക്രൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 40,000 രൂപ വീട്ടിൽ പോകേണ്ടി വന്നതിന്. അത് എന്തായാലും ഈ 1.5 ലക്ഷം രൂപ സെന്റ് ജോസഫ് കോളേജിലെ ഫീസ് താങ്കൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി താങ്കൾക്ക് അവിടെ 80,000 രൂപ ഇരിപ്പുണ്ട്. ഇനി 70,000 രൂപ കൂടെ ഞാൻ തന്ന് നമ്മുടെ കച്ചവടം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 70. 1 2 3 4 5 6 7. എൻ്റെ പൈസ കുറഞ്ഞു വരുന്നു. ഈ കട തുറക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവസ്ഥ. ഓക്കെ, റെഡി. അപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ അടുത്തിടയ്ക്ക് ഇത്രയും പൈസ സ്വന്തമായിട്ട് കിട്ടിയായിരുന്നോ? വല്ല ഡബിങ്ങിന് പോയിട്ടോ? ഇത്രയും പൈസ നമുക്ക് ഡബിങ്ങില് അത്ര അധികം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 70,000 രൂപയുണ്ട് ഇത്. ഓക്കെ, സന്തോഷമായി. താങ്ക് യു. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ, താഴെ ചെന്നിട്ട് സംസാരിച്ചാലോ? ഇനി ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. എന്തായാലും താങ്കളുടെ വേദനകൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അതുപോലൊക്കെ വരും. കുട്ടേട്ടാ, അപ്പോ കുട്ടേട്ടാ, ഈ സജനയുടെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? സജനയെ കുറിച്ച് ഞാൻ കൃത്യമായി ഗണിച്ചു നോക്കിയപ്പോൾ ധനുരാശിയുടെ 3-ാം ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് പൂരാടം. ജ്യോതിശാസ്ത്രത്തിലെ 20ാമത്തെ നക്ഷത്രം കൂടിയാണ് പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രന്റെയും ശനിയുടെയും രാഹുവിന്റെയും ദശാവഹാരങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. ഇതൊക്കെ ശരിയാണോ കുട്ടേട്ടാ പറയുന്നത്? എനിക്കൊരു സംശയം. തീർച്ചയായിട്ടും ശരിയാണ് ബോസ്. അപ്പോൾ ഇനി മുതൽ സജനയുടെ ജീവിതത്തിൽ നല്ല കാലമാണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇവരുടെ വീട്ടില് ഒരു IPS കാരൻ, ഒരു ഫിലിം എഡിറ്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഈ 3 പേരായിരിക്കും ഇവരുടെ വീട്ടിൽ വരാൻ പോകുന്നത്. ഇല്ലേ എന്ന് ചോദിക്കൂ. അത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അതാണ്. ഒരാൾക്ക് IPS, ഒരാൾക്ക് AI ഇഷ്ടമാണ്, ഒരാൾക്ക് ഫിലിം എഡിറ്റിംഗ് ഇഷ്ടമാണ്. അതെ, എഡിറ്റർ ആരാ? ഓ, IPS. മറ്റേ ആളാണ് AI. കുട്ടേട്ടൻ എന്തോ ഗണിച്ചൊക്കെ പറയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കട്ടെ, അല്ല അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയുകയാണ്. എന്തായാലും
സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് സമൂഹത്തിനോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിലുള്ള പുരുഷന്മാർ ചെയ്യേണ്ടത് അവരുടെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളിലേക്ക് അടിമപ്പെടുത്താനോ അല്ല ശ്രമിക്കേണ്ടത്. അവരെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഫിനാൻഷ്യലി ഒന്നും അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, ടെക്നിക്കലി സപ്പോർട്ട് ഉയർത്താൻ ശ്രമിക്കുക. അതൊരു അപേക്ഷയാണ്. അപ്പോൾ സജ്ന, നിയമപരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ താങ്കൾക്കൊരു ചെക്ക് തരികയാണ്, 1.5 ലക്ഷം രൂപയുടെ. അപ്പോൾ സർട്ടിഫിക്കറ്റ് വരൂ, സന്തോഷത്തോടെ വാങ്ങിക്കൂ. ഓക്കെ, ആദ്യം ചെക്ക്, ഇനി താങ്കൾക്ക് സർട്ടിഫിക്കറ്റ്. ഇത് വളരെ സൂക്ഷിച്ചു സജ്ന സെഹ്റാത്ത്, ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുക. അപ്പോൾ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയത്. താങ്ക് യു സർ. താങ്ക് യു. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ദുരിതം പേറുന്ന ആളുകൾ മത്സരാർത്ഥികളായി ഈ പരിപാടിയിൽ വരാറുണ്ട്. ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് സിനിമയിൽ പോലും കണ്ടാൽ നമ്മൾ വിശ്വസിക്കില്ല, അത്ര അവിശ്വസനീയമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു. പക്ഷെ നിങ്ങളൊന്ന് മാത്രം വിശ്വസിക്കുക, ഇതൊക്കെ കെട്ടുകഥകളല്ല, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു മത്സരാർത്ഥിയുടെ കഥയും ജീവിതവും മത്സരവുമായി ഇനി നാളെ രാത്രി 9 മണിക്ക് നമ്മൾ കണ്ടുമുട്ടും. ഗുഡ് ബൈ.